സാന്നിധ്യം അനുഭവിക്കാൻ, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ, അവന്റെ ആ കൃപകളെ പ്രാപിക്കാൻ ഇന്ന് രാത്രിക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു? ഓ ജീസസ്, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ സമ്മാനം കൊട്ടിപ്പാടി ഹല്ലേലൂയ. ആമേൻ. പോകാനല്ല, ഹല്ലേലൂയ. ഇത് രാത്രികാലം നമ്മൾ കൂടി വരുമ്പോൾ ആ ദൈവ സാന്നിധ്യം അനുഭവിച്ച് മടങ്ങിപ്പോകാവൂ. ആ ദൈവ കൃപയിലേക്ക് കയറിയേ മടങ്ങിപ്പോകാവൂ. ഹല്ലേലൂയ. ഒരുപാട് ആരാധനകൾ നടക്കുന്നുണ്ട്, ഒരുപാട് ഇടത്തുകൾ നടക്കുന്നുണ്ട്. ആമേൻ. പക്ഷെ ദൈവ സാന്നിധ്യമില്ല. ഇന്ന് രാത്രികാലം ആമേൻ അതിന് വിലമെടുക്കണം, അതിന് കരയണം. ആമേൻ. ഹല്ലേലൂയ. അതിന് മുട്ടുമടക്കണം. ആമേൻ. നീ തയ്യാറാണെങ്കിൽ ആ സാന്നിധ്യം നീ അനുഭവിക്കും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ചോദിച്ചാൽ അവർ പറയും, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ കരഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ദൈവസന്നിധി കൊണ്ടുമടക്കി. ആ സാന്നിധ്യം അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞു, ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന് പറയാനിടയായി തീരും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. രാത്രികാലം ആമേൻ. ഹല്ലേലൂയ. വരണ്ട ഹല്ലേലൂയ നിരത്ത ആമേൻ. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പിന്മഴ പെയ്യുന്നത് പോലെ ആമേൻ. ഹല്ലേലൂയ. സ്വർഗ്ഗം തുറന്ന് ആമേൻ ആ ഹല്ലേലൂയ കൃപയുടെ സാന്നിധ്യം നമ്മുടെ മേൽ പകർന്ന, ആ അഭിഷേകം നമ്മുടെ മേൽ പകർന്ന, ഹല്ലേലൂയ, അതിൽ ഫലം മറ്റെന്തുള്ളൂ, അതിൽ വലുതായി മറ്റെന്തുള്ളൂ ഈ ഭൂമിയിൽ. ഹല്ലേലൂയ. ഇത് രാത്രികാലം അത് വാഞ്ചിച്ച്, അത് ആഗ്രഹിച്ച് ആമേൻ ഹല്ലേലൂയ ആ ലക്ഷ്യത്തിലേക്ക് ആമേൻ മുൻപോട്ട് പ്രാർത്ഥനയിൽ പോകുന്ന ദൈവമക്കൾക്ക് ആമേൻ അനുഭവിച്ചറിയാൻ കഴിയും ആ സാന്നിധ്യത്തിന്റെ ആമേൻ വില, ആ സാന്നിധ്യത്തിന്റെ മഹിമ. ഹല്ലേലൂയ. ഇത് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ആരാധനകളിലും ഒക്കെ ആ സാന്നിധ്യം ഇറങ്ങി വരണം. ആമേൻ. ഹല്ലേലൂയ. ആരാധനയിൽ വെളിപ്പെട്ടു വരുന്ന ഒരു സാന്നിധ്യമുണ്ട്, ആരാധനയിൽ പ്രസാദിക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരാധനായിരിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ ആ പ്രസൻസ് നമുക്ക് അനുഭവിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നാലുകൂട്ടം സുഗന്ധവർഗ്ഗങ്ങൾ ആമേൻ പഴയകാല കാലഘട്ടങ്ങളിൽ പുരോഹിതൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ 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 യാഗപീഠത്തിനകത്തളങ്ങളിലേക്ക് കൊണ്ടുവന്ന് ആമേൻ ഹല്ലേലൂയ അത് ആമേൻ അടുക്കി ആമേൻ ഹല്ലേലൂയ അതിനകത്തളങ്ങളിൽ തീ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യാഗം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യാഗത്തിൽ നിന്ന് തീ എടുത്തു കൊണ്ടുവന്ന് ആമേൻ ഈ സുഗന്ധവർഗ്ഗത്തിനകത്തളങ്ങളിലേക്ക് ഇടുമ്പോൾ ഇത് ആമേൻ ഹല്ലേലൂയ വളരെ സൗരഭ്യവാസനയായി സ്വർഗ്ഗത്തിലേക്ക് ഉയരും. ആമേൻ സ്വർഗ്ഗം പ്രസാദിക്കുവാനിടയായി തീരും, സ്വർഗ്ഗം ഇറങ്ങി വരാനിടയായി തീരും. ആമേൻ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്ന ആമേൻ ഓരോ സ്തോത്രയാഗത്തിലും ആമേൻ പ്രസാദിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി എത്ര അധികമായി ആമേൻ ഹല്ലേലൂയ ആമേൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ സന്തോഷത്തോടെ വേണം ദൈവത്തെ ആരാധിക്കാൻ. നമുക്ക് ഒരുമിച്ച് ഹല്ലേലൂയ കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവരെയും മതിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. രാത്രികാലം ആമേൻ നമ്മുടെ മധ്യ ദൈവദാസന്മാരുണ്ടല്ലോ ആമീൻ. ഏറെ നാളുകൾക്ക് ശേഷം ആമീൻ ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നമ്മളോടൊപ്പം ആമീൻ ആയിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും ആമീൻ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ. അവരുടെ ആമീൻ ഹല്ലേലൂയ വിശ്വാസ ജീവിതത്തിന് ആമീൻ ഹല്ലേലൂയ ഒരു പടിയും കൂടെ
ആമീൻ വളർച്ചയ്ക്ക് കാരണമായി മാറുവാൻ ആമീൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ആമീൻ അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം നമ്മൾ ബദലായിരിക്കുന്ന ടൈറ്റസ് ഭാഷയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ആമീൻ ഹല്ലേലൂയ 21 ദിവസക്കാലം കഴിഞ്ഞ മാസം 21 ദിവസക്കാലം ദൈവസന്നിധിയിൽ ആമീൻ ആകാരങ്ങളൊക്കെ വെടിഞ്ഞ് ആമീൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഇടയായി തീർന്നു. ആമീൻ അവരോട് ചോദിച്ചാൽ അവർക്ക് പറയാൻ കഴിയും ആമീൻ ദൈവ സാന്നിധ്യം എത്രമാത്രം ഞങ്ങൾ അനുഭവിച്ചു എന്ന്, ദൈവത്തിന്റെ ആമീൻ അതിലെ തേജസ് ഞങ്ങൾ അല്ലെങ്കിൽ അനുഭവിച്ചുവെന്ന്. അല്ലെങ്കിൽ ആ ദൈവസന്നിധി നമ്മൾ ആയിരിക്കുമ്പോൾ മാത്രമേ അവർക്ക് മാത്രമേ അതിനെ കുറിച്ച് പറയാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം ആമീൻ ദൈവസ്വാസോട് ചോദിച്ചാൽ പറയും, ശിംശോംകാശോട് ചോദിച്ചാൽ പറയും ആമീൻ 21 ദിവസക്കാലം അതിനകത്തളങ്ങളിൽ ആമീൻ തീയായിരുന്നു ഇറങ്ങി വന്നത്. ആമീൻ 21 ദിവസക്കാലം എങ്ങനെ പോയെന്ന് അറിയത്തില്ല. ആമീൻ ഹല്ലേലൂയ ഇങ്ങനെ ഒരു ദിവസം പോലെ ആമീൻ 21 ദിവസക്കാലം പോയെന്ന് പറയും അവര്. കാരണം അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു, അത്രമാത്രം അനുഗ്രഹമായിരിക്കുന്ന ദൈവ സാന്നിധ്യമായിരുന്നു നഗത്രങ്ങൾ ഇറങ്ങി വന്നത്. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ആമേൻ ആമേൻ അവർ ഹല്ലേലൂയ ആകാരമൊക്കെ മാറ്റി വെച്ചിരുന്നത് ആമേൻ ഒന്നും വൃഥാവല്ല. അതിനൊക്കെ കർത്താവ് ഇരട്ടി പങ്ക് ഇരട്ടി മറുപടി ഹല്ലേലൂയ പ്രാർത്ഥിച്ച വിഷയങ്ങളെ ആമേൻ ഇരുന്ന വിഷയങ്ങളെ ദൈവത്തിന്റെ ആമേൻ കരം ആമേൻ ഈ നാളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമീൻ തന്റെ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, തന്റെ സമയം കർത്താവ് മാനിക്കട്ടെ. ഹല്ലേലൂയ ഈ ആമീൻ 21 ദിവസക്കാലം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്നിട്ട് ആമീൻ ഒരു പുതിയ ആമീൻ ഹല്ലേലൂയ ശുശ്രൂഷയുടെ ഭണ്ഡാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അനേക ആമീൻ ഹല്ലേലൂയ മത്സ്യങ്ങളെ പിടിച്ചെടുക്കുന്ന ഒരു പത്രോസിനെ പോലെ ഈ രാത്രികളിൽ കർത്താവ് തന്നെ ഉപയോഗിക്കേണ്ടതിന് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ കർത്താവിന്റെ വാക്കനുസരിച്ച് വലയിറക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ പെരുത്ത മീൻകൂട്ടം അതിനകത്തങ്ങളിൽ കൊടുക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് തന്നെ ആത്മാവിൽ നിറയ്ക്കേണ്ടതിന്, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കേണ്ടതിന്, ആമേൻ ദൈവകൃപയിൽ നിറയ്ക്കേണ്ടതിന്, ആമേൻ ഹല്ലേലൂയ ദൈവിക നിയോഗത്തിൽ നിറയ്ക്കേണ്ടതിന് ഇത് രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ യേശുവിന്റെ നാമത്തിൽ ആമേൻ കാൽ വെക്കുമ്പോൾ അന്ധകാര ശക്തി ആലറിയോട് ആമേൻ കാൽ വെക്കുമ്പോൾ അഭിഷേകത്തിന്റെ തീവ്രത ഇന്ന് രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. തന്നെ തന്റെ കുടുംബത്തെ തന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ ചില പുതിയ വാതിലുകൾ തലമുറകൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി ആമേൻ ദിവസങ്ങളിൽ കർത്താവ് അതിനുള്ള ക്രമീകരണങ്ങളെ കർത്താവ് ഒരുക്കേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ മാതാവിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ തന്റെ പ്രിയപ്പെട്ടവളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. കർത്താവ് ധാരാളമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം നമ്മുടെ മുതലായിരിക്കുന്ന ശിംശോഭാഷയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ ഈ പ്രാർത്ഥന നമ്മൾ ഇവിടെ പ്രാർത്ഥിച്ച് ആരംഭിച്ച നാൾ മുതൽ ആമേൻ ഹല്ലേലൂയ ആമേൻ അവർക്ക് കടന്നു വരുവാൻ ആമേൻ കഴിയുന്ന സമയങ്ങളൊക്കെ ആമേൻ ഹല്ലേലൂയ അവരും ആമേൻ ഹല്ലേലൂയ സഭയുടെയും സംഘടനകളൊക്കെ ആമേൻ ഹല്ലേലൂയ പ്രതിപക്ഷന്മാരായും ശുശ്രൂഷകരായും ഇരിക്കുന്നല്ലോ. അവരുടെ ആമേൻ മീറ്റിങ്ങുകളൊക്കെ ആമേൻ ഹല്ലേലൂയ ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഓടി ആമേൻ ഹല്ലേലൂയ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആമേൻ കടന്നു വരുന്ന ഒരു ദൈവദാസനാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ശിംശോഭാഷ. അതിനോടൊപ്പം ആമേൻ ദേശത്തിന്റെ പല ഇടങ്ങളിൽ കവലകളിൽ ആമേൻ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ ഒക്കെ ആമേൻ ഹല്ലേലൂയ ആമേൻ സുവിശേഷം അറിയിക്കുന്ന ഒരു ദൈവദാസനാണ്. ആമേൻ ഹല്ലേലൂയ രാത്രികാലം ആമേൻ തന്നെ ഓർത്ത് തന്റെ ശുശ്രൂഷയെ ഓർത്ത് തന്റെ കുടുംബത്തെ ഓർത്ത് തന്റെ ആമേൻ സഭയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ധാരാളമായി ദൈവകൃപയിൽ അവിടുന്ന് നിറയ്ക്കേണ്ടതിന് രാത്രികാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നമ്മുടെ മുതലായിരിക്കുന്ന പൊന്നുബസിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതിന് വളരെയധികം ഭാരങ്ങളിൽ പ്രയാസങ്ങളിലും ഒക്കെ ഈ ദിവസങ്ങളിൽ ഈ നാളുകളിൽ മുൻപോട്ട് കടന്നു പോകുന്നു. ഇന്ന് രാത്രികാലം ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ കൂടെ ഇരിക്കുന്ന ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ ബലഹീനനെ ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി തന്നെ ബലപ്പെടുത്തേണ്ടതിന് തന്നെ ശക്തീകരിക്കേണ്ടതിന് ഇന്ന് രാത്രികാലം ആമേൻ തന്നെ തന്റെ കുടുംബത്തെയും തന്റെ തലമുറകളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവിനാൽ അവർ നിറയപ്പെടട്ടെ. ആമേൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടട്ടെ. ഇന്ന് രാത്രികാലം ആമേൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരെ തൊടട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഇന്ന് രാത്രികാലം നമ്മൾ മുതലായിരിക്കുന്ന തങ്കമശിശയെ ഓർത്ത കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ അവരുടെ ഭവനത്തിന്റെ പണികാലം
കാര്യങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഭവനം അവർക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ചു, അത് പൂർത്തീകരിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. അവരെ ആമേൻ ഹല്ലേലൂയ അത് പണി ചെയ്ത ആമേൻ ആളുകൾ അവരെ ഒത്തിരി ആമേൻ കബളിപ്പിച്ചു കൊണ്ടുപോകാനിടയായി തീർന്നു. ആമേൻ. അങ്ങനെ ആമേൻ ഹല്ലേലൂയ ചാല് പെൻഡിങ് ആയിട്ട് അത് കിടക്കുന്നത് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കേണ്ട. കർത്താവേ ഹല്ലേലൂയ, നിന്റെ സാന്നിധ്യം ആമേൻ ആ കുടുംബത്തോട് കർത്താവേ നിന്റെ സാന്നിധ്യം, നിന്റെ കൃപ, നിന്റെ മനസ്സരവ് കാണിക്കണമേ. ചില വാതിലുകൾ, ചില വഴികൾ ആമേൻ സ്വർഗ്ഗം ആ ഭവനത്തിന് വേണ്ടി തുറന്നു കൊടുക്കണമേ. ആമേൻ ആ ഭവനം എത്രയും വേഗം ആ പൂർത്തീകരണത്തിലേക്ക് എത്തി ആമേൻ കുഞ്ഞുങ്ങൾ അതിനകത്തളങ്ങളിൽ പാർക്കാൻ, സ്വസ്ഥമായി പാർക്കാൻ കർത്താവേ ഒരു അടച്ചുപൂട്ടുള്ളതിനകത്തളങ്ങളിൽ പാർക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കേണ്ടതിന് ഇത് രാത്രികാലം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ ദൈവം കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം അവർക്ക് വാഗ്ദത്തങ്ങളെ കൊടുത്തിട്ടുണ്ട്. വാഗ്ദത്തങ്ങളിലേക്ക് കയറി വരാൻ സ്വർഗ്ഗം അവരെ സഹായിക്കേണ്ടത് രാത്രികാലം അവരെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. മുട്രയിൽ കടന്നു വന്ന ആമേൻ തങ്ങമാമയെ ഓർത്ത് ആ കുഞ്ഞിനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വളരെ ഭാരങ്ങളും പ്രയാസങ്ങളും ജീവിതത്തിലുണ്ട്, വളരെ നിരാശകൾ ജീവിതത്തിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഒരു പടി വെക്കുമ്പോൾ കാൽ വെക്കുമ്പോൾ രണ്ട് പടി പുറകോട്ട് വരുന്നത് പോലെ ശത്രു പുറകോട്ട് പിടിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചു നിൽക്കുന്ന ആമേൻ ചില ആമേൻ ഹല്ലേലൂയ ആധിപത്യ ശക്തികൾ, ചില പ്രതികൂലത്തിന്റെ ശക്തികൾ, ആമേൻ ചില വെല്ലുവിളികളുടെ ശക്തികൾ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ ആമേൻ ഇന്ന് രാത്രികാലം ആമേൻ ആവിയായ ശക്തികൾ ആമേൻ കുടുംബത്തിന്റെ അകത്തളങ്ങൾക്ക് ആമേൻ പുറത്തു പോകാൻ ഇന്ന് രാത്രികാലം ഒരുമിച്ച് നമുക്ക് ആമേൻ ആ കുടുംബത്തിന് വേണ്ടി ഐക്യമായി പ്രാർത്ഥിക്കാം. ദൈവശക്തി ദൈവോടെ കുടുംബത്തിൽ ഇറങ്ങി വരട്ടെ. പുകയുന്ന വിഷയങ്ങളുണ്ട്. ആമേൻ ആരോടും ഷെയർ ചെയ്യുവാൻ കഴിയാത്ത ആമേൻ അനേക വിഷയങ്ങൾ തന്റെ ജീവിതത്തിലുണ്ട്. ഇന്ന് രാത്രികാലം ആമേൻ ഹൃദയത്തോട് ഇടപെടുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, ഹല്ലേലൂയ ശക്തീകരിക്കുന്ന ദൈവം ആമേൻ ഇന്ന് രാത്രികാലം തന്റെ ഹൃദയത്തോട് ഇടപെടേണ്ടതിന് ആമേൻ തന്റെ പ്രാർത്ഥന വിഷയത്തിൽ ഇറങ്ങി വരേണ്ടതിന് പ്രാർത്ഥിക്കാം. തന്റെ തലമുറകളെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പെൺപൈതലിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നല്ലൊരു ഭാവി കർത്താവ് ഒരുക്കി കൊടുക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഭവനത്തിൽ ഒന്നിനും കുറവില്ലാതെ വേണം ദൈവത്തിന്റെ കരം ആ ഭവനത്തിന് വേണ്ടി ചലിക്കേണ്ടത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തന്റെ രണ്ട് ആൺമക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ദൈവസന്നിധിയിൽ കടന്നു വരേണ്ടതിന്, അവർ കർത്താവിന് പ്രയോജനമുള്ള കുഞ്ഞുങ്ങളായി മാറേണ്ടതിന്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ ആ കുഞ്ഞുങ്ങളെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. യേശുവിന്റെ നാമത്തിൽ അവരുടെ ഹൃദയത്തോട് സ്വർഗ്ഗം ഇടപെടേണ്ട, ആ ഇടപെട്ട് സംസാരിക്കേണ്ടതിന് ആമേൻ ഒരു നേർവഴി സ്വർഗ്ഗം ആമേൻ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതിന് ഇന്ന് രാത്രികാലം നശിച്ചു പോകാതെ നരകത്തിന് ഓഹരിയായി മാറാതെ നിത്യതയ്ക്ക് ഓഹരിക്കാരായി മാറേണ്ടതിന് ഇന്ന് രാത്രികാലം ഒരുമിച്ച് നമുക്ക് ഇടപെട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ നമ്മുടെ മധ്യനായിരിക്കുന്ന പ്രിയപ്പള്ളി നമ്മൾ കടന്നു വന്ന ശിഷ്യരെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ വളരെ ആഗ്രഹത്തോടെ ആമേൻ ഹല്ലേലൂയ ഈ പ്രാർത്ഥനയിൽ ആമേൻ ഹല്ലേലൂയ കടന്നു വരുവാൻ തനിക്ക് കൊടുത്ത വലിയ കൃപയ്ക്കായി ആമേൻ ശാരീരിക ബലത്തിനായി ഹല്ലേലൂയ അകത്തറക്കി കൊടുത്ത പ്രത്യാശയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം ആമേൻ തന്നെ ബലപ്പെടുത്തട്ടെ, തന്നെ ശക്തീകരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിരാശകൾ മാറട്ടെ. ആമേൻ ഹല്ലേലൂയ. ഒറ്റപ്പെടലുകൾ മാറട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കട്ടെ, ദൈവ സാന്നിധ്യം കൂടിയിരിക്കട്ടെ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ മുൻപും പിൻപും ദൂരന്മാർ ആമേൻ തനിക്ക് കാവലായി നിൽക്കട്ടെ. ഹല്ലേലൂയ ആമേൻ മരുഭൂമിയിൽ ഇസ്രായേൽ ജനത്തിന് ആമേൻ ഹല്ലേലൂയ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി ഇരുന്നതുപോലെ ആമേൻ തനിക്ക് കാവലായി പരിപാലനമായി ദൈവ സാന്നിധ്യം കൂടിയിരിക്കുന്നതിന് ഇന്ന് രാത്രികാലം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസാന്നിധ്യത്തിൽ ആൾക്കാരുടെ പ്രിയപ്പെട്ട കർത്താവ് ബലത്തോടെ നിർത്തേണ്ടതിന് ആമേൻ തന്നേകയായി പാർക്കുമ്പോൾ ദൈവത്തിന്റെ കരം കൊണ്ടിരിക്കേണ്ടതിന്, ദൈവ ശബ്ദം തന്നെ കേൾപ്പിച്ച് ബലപ്പെടുത്തേണ്ടതിന് ആമേൻ പല സാഹചര്യങ്ങളിലും ആമേൻ ഹല്ലേലൂയ ടയേർഡായി, പല സാഹചര്യങ്ങളിൽ നിരാശ വരുമ്പോൾ, പല സമയങ്ങളിൽ അത് എന്ത് ചെയ്യണമെന്ന് ആമേൻ ഹല്ലേലൂയ ചിന്തിക്കുമ്പോൾ, വല്ലാത്ത വ്യാകുലതകൾ അന്ധകാര ശക്തികളെ കൊണ്ടുവരുമ്പോൾ ആമേൻ പരിശുദ്ധാത്മാവ് ഹൃദയത്തോട് സംസാരിച്ച് ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം തന്നോട് കൂടെ ഇരിക്കേണ്ടതിന് രാത്രികാലം ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. അടികളെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. ഇങ്ങനെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ. അനേക കുടുംബങ്ങൾക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ, അനേക തലമുറകൾക്ക് വേണ്ടി ഇടിവ് നിൽക്കാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഒന്നും പ്രതീക്ഷിച്ചില്ല. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ട് സമയങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ദേശങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദൈവത്തിന്റെ അത്യന്തമായിരിക്കുന്ന സാന്നിധ്യം ആമേൻ അടികളുടെ മേൽ പകരേണ്ടതിന്, ആ കൃപയുടെ സാന്നിധ്യം അടികളുടെ മേൽ പകരേണ്ടതിന്, ഹല്ലേലൂയ ജീവനങ്ങൾ പകരേണ്ടതിന് ഇത് രാത്രികാലം ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പലപ്പോഴും ഈ പ്രാർത്ഥന അന്ധകാരത്തിൽ തകർത്ത് കളയുവാൻ വെല്ലുവിളിക്കുമ്പോ ആമേൻ ഇതൊരു സാധാരണപ്പെട്ട പ്രാർത്ഥനയല്ല. ഹല്ലേലൂയ. ഇതൊരു കുടുംബ പ്രാർത്ഥനയോ ആമേൻ ഇതൊരു ഉപവാസ പ്രാർത്ഥനയോ അല്ല. ഇത് ദേശത്തിന് വേണ്ടി യോജിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ദേശത്തിന്റെ കാവൽക്കാരാക്കി നമ്മളെ മാറ്റിയിരിക്കുകയാണ്. ആമേൻ നമ്മൾ ഹല്ലേലൂയ ആ ദൗത്യം നമ്മൾ ചെയ്തേ മതിയാകും. ആമേൻ കാവൽക്കാരാ രാത്രി എന്താ എന്ന് ചോദിക്കുന്ന ഒരു ദിവസം കേൾക്കാൻ നമ്മുടെ മേൽ വരും. ആമേൻ ഹല്ലേലൂയ. ആമേൻ കണക്ക് ചോദിക്കുന്ന സമയം വരുമ്പോൾ ആമേൻ നിന്റെ മക്കൾ ഒന്നുമില്ലാതിരിക്കരുത്. ഹല്ലേലൂയ. ആമേൻ അങ്ങനെ മറ്റൊന്നും പ്രതീക്ഷിച്ചല്ല. ആമേൻ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി ഇടുമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയെ തകർക്കാൻ അന്ധകാരശക്തി നോക്കുന്ന സകല വെല്ലുവിളികളെയും രാത്രികാലം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ബന്ധിച്ച് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. രാത്രികാലം നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്കായി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് വേദിച്ച കുടുംബം അവര് ആമേൻ ഈ ദിവസം ഇന്ന് പകൽക്കാലം ആമേൻ അവർ കുടുംബമായി ആമേൻ ഒമറ്റിങ്ങിനായി ഭാരപ്പെട്ട് ഭവനത്തിലിരിക്കുന്നു, വളരെ ക്ഷീണിതരായിരിക്കുന്നു. ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവേ പൂർണ്ണമായിരിക്കുന്ന വിടുതൽ ആമേൻ സ്വർഗ്ഗത്തിൽ ദൈവം കൊടുക്കണം. ആമേൻ ശാരീരിക ദേഹികളെ ബലപ്പെടുത്തണം, നാഡി നരമ്പുകളെ ബലപ്പെടുത്തണം. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവശക്തിയാൽ ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം നമ്മളോടൊപ്പം ഓടി കടന്നു വന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആമേൻ ആ മാതാവിനെ കൊടുത്ത വലിയ ആമേൻ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് ആരോഗ്യം ബലപ്പെടുത്ത കർത്താവ് സഹായിക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രികാലം ആമേൻ നമ്മൾ ഒരുമിച്ച് ദേശത്തിന് വേണ്ടി ആമേൻ ഹല്ലേലൂയ കുടുംബങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്താട്ടെ. ഈ ചുറ്റുവട്ടങ്ങളിൽ പാടുന്ന കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്താട്ടെ. അനേക കുടുംബങ്ങൾ ഭാരങ്ങളിൽ പ്രയാസങ്ങളിൽ മുന്നോട്ട് കടന്നു പോകുന്നവരുണ്ട്. ആമേൻ അനേക ആമേൻ രോഗികളാൽ ഭാരപ്പെടുന്നവരുണ്ട്. ആമേൻ പൈശാചിക പോരികളാൽ ബന്ധനങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവരുണ്ട്. ആമേൻ യേശുവിനെ അറിയാത്ത അനേക പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ മനസ്സറിയണമേ. ഹല്ലേലൂയ. സ്വർഗ്ഗമേ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മ സാന്നിധ്യത്തോടെ അഭിഷേകത്തിന്റെ ശക്തിയോടെ ഇരുട്ടിലിരുന്ന ജനത്തിന്റെ അരികിലേക്ക് യേശു തമ്പുരാൻ ഇറങ്ങി ചെന്നപ്പോൾ ഇരുട്ടിലിരുന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടതുപോലെ ഇന്ന് രാത്രികാലം ദേശത്തോട് ദൈവത്തിന്റെ ഫലത്തിൽ വെളിപ്പെടുത്തേണ്ടതിന് ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. രാത്രികാലം നമ്മൾ ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേശത്തിന് വേണ്ടി ആമേൻ ചുരുക്കമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബമായി ഓർത്ത് പ്രാർത്ഥിച്ചല്ലോ. ആ വിഷയങ്ങളെ മാത്രം വധിച്ചോ. ഹല്ലേലൂയ ആമേൻ. പരമശിഷ്ടപ്പോൾ ആമേൻ ചുരുക്കവാദങ്ങളിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. കൃപയാ 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 കൃപയാ. ഓ പൗലോസ് പറഞ്ഞതുപോലെ ആത്മാവിൽ പ്രാർത്ഥിച്ചു. ആമേൻ ഹല്ലേലൂയ. ഞാൻ ബുദ്ധിയിൽ പ്രാർത്ഥിച്ചു. രാത്രികാലം ആത്മാവിന്റെ പ്രാർത്ഥനയിൽ
ഹല്ലേലൂയ. കർത്താവിന്റെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്താണ്. കടന്നു വന്ന പ്രിയപ്പെട്ടവരെല്ലാം ദൈവദാസന്മാരെയും നമ്മളെ ഓരോരുത്തരെയും കർത്താവിന്റെ രാത്രികാലം ശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ ഓരോ കുടുംബങ്ങളെയും കർത്താവ് ആമേൻ കാവൽക്കാരനായി തന്റെ ദൂതന്മാരെ സ്വർഗ്ഗം അയക്കുന്നതിനായി സ്തോത്രം ചെയ്താട്ടെ. ആമേൻ ധനങ്ങളെ സ്വർഗ്ഗം സൂക്ഷിക്കുകയും മാനിക്കുകയും ചെയ്യേണ്ടതിനായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഈ ദേശത്തെ കുറിച്ച് ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്ന എല്ലാ കുടുംബങ്ങളെയും കുറിച്ച് ദൈവമക്കളെ കുറിച്ച് ലോകപരമായി ജീവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രികാലം നമുക്ക് വഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെ ദേശത്ത് അനേകരുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ചർച്ചകളുണ്ട്. ആമേൻ. അതിലുള്ള ശുശ്രൂഷകളെ ഓർത്ത് ആമേൻ എല്ലാ പ്രിയപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദേശത്തെ കുറിച്ച് ചുരുക്കം വാചകങ്ങളിൽ പ്രിയപ്പെടുന്ന കടന്നു വന്ന ശേഷപ്പോൾ ചാനലിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മുടെ അപേക്ഷ, നമ്മുടെ യാതന കേട്ടതിനായി വിശ്വാസമുള്ളവർ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എന്റെ പ്രാർത്ഥന, ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവിന്റെ രാത്രികാലം കേട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം മറുപടി അയക്കും. ഞങ്ങളുടെ ദേശത്തെ കർത്താവ് വിടുവിക്കും. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ തുടർന്നുള്ള സമയങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ആമേൻ നമ്മൾ കേൾക്കുവാൻ പോകുകയാണ്. ആമേൻ. നമ്മുടെ ആമേൻ ഹല്ലേലൂയ ദൈവദാസന്മാർ രണ്ടുപേരും നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. ഇന്ന് രാത്രികാലം 21 ദിവസക്കാലം ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥനയോടും ആമേൻ നിലവിളിയോടും ആയിരുന്ന ദൈവദാസൻ ഇന്ന് രാത്രികാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. അടുത്തിരിക്കുന്ന ദൈവദാസനോട് ചോദിച്ചപ്പോൾ ആമേൻ ഇങ്ങോട്ട് കൈമാറാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവദാസൻ ആമേൻ മുൻപോട്ട് കടന്നു വരും. ആമേൻ. നമുക്ക് ആവശ്യമാകുന്ന ദൈവിക സന്ദേശം ഇന്ന് രാത്രികാലം ദൈവം കൊടുത്ത കാഴ്ചപ്പാടനുസരിച്ച് ദൂതുകൾ ആമേൻ ഹല്ലേലൂയ ആഴങ്ങളിലേക്ക് ഇറങ്ങി നമ്മളിലേക്ക് കൈമാറേണ്ട നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടായിരിക്കുമ്പോൾ ദൈവദാസനെ മുൻപോട്ട് ക്ഷണിക്കുക. Praise the Lord. Praise the Lord.
കർത്താവിൻ്റെ തന്നെ നാമമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദേശത്ത് വെച്ച് നടക്കുന്ന ഈ ഐക്യക്കൂട്ടായ്മയിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഇരുവർക്കുമായി ഒന്നിച്ചായിരിക്കാൻ സർവകൃപാലുവായ ദൈവം സഹായിച്ച ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവനദാസൻ പറഞ്ഞതുപോലെ ഒത്തിരി നാളിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ വരാനിടയായത്. പല കാരണങ്ങൾ ഉണ്ടായി, അതുകൊണ്ടാണ്, മനഃപൂർവ്വമല്ല. എന്നാൽ ചിലരൊക്കെ അങ്ങനെയും ചിന്തിച്ചു, ഞങ്ങൾ എന്തോ കാരണം കൊണ്ടാണ് വരാതിരിക്കുന്നത്. സ്തോത്രം. ഇതുവരെ ഒരു കാരണം ഉണ്ടായില്ല, ഇനി ഉണ്ടാകത്തില്ലെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടാകാതിരിക്കട്ടെ. സ്തോത്രം. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചു, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും എന്താ വരാതിരിക്കുന്നത്. സ്തോത്രം. കർത്താവദാസൻ പറഞ്ഞതുപോലെ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് അവിടെയുള്ള മീറ്റിങ്ങുകൾക്ക്, സെൻട്രലിലുള്ള മീറ്റിങ്ങുകളൊക്കെയും സംബന്ധിക്കുകയും പോവുകയും വരികയൊക്കെ ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വരാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ മരണം, മറ്റിതര ആവശ്യങ്ങളൊക്കെ മുൻപിലുള്ളത് കൊണ്ടൊക്കെയാണ് വരാൻ പറ്റാതെ പോയത്. ശേഷമായിട്ട് കഴിഞ്ഞ 15-ാം തീയതി മുതൽ ഈ മാസം 5-ാം തീയതി വരെ 21 ദിവസം ദൈവസന്നിധിയിൽ വേർപെട്ടിരുന്ന ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവവചന ധ്യാനത്തോടൊക്കെ ആയിരുന്നത് കൊണ്ടൊക്കെയാണ് ഒന്നുകൂടെ ദിവസങ്ങൾ നീണ്ടുപോയത്. ഞങ്ങൾ രണ്ടുപേരും കാണുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴൊക്കെ പറയും, ഒത്തിരി നാളായി നമ്മൾ തുടത്തലയിലും മുട്രയിലും അതുപോലെ കടലാവയിലൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയിട്ട്, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അതിനൊരു സമയം കണ്ടെത്തണം എന്ന് ഞങ്ങൾ പറയാറുണ്ട്. ഇന്നലെ ഞാൻ അദ്ദേഹത്തോട് കർശനമായി പറഞ്ഞ്, നമുക്ക് നാളെ വെള്ളിയാഴ്ച വൈകിട്ടത്തെ മീറ്റിങ്ങുകൾ എന്തൊക്കെ ഉണ്ടായാലും മാറ്റി വെച്ചിട്ട് നമുക്ക് തുടന്തലയ്ക്ക് പോകണം. അദ്ദേഹം ശരി എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരമായപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ടൊരു സംശയാസ്പദമായ ചിന്തകളും കാര്യങ്ങളും പറഞ്ഞു. ഞാൻ പറഞ്ഞെന്നാൽ അങ്ങനെ ഞാൻ ഒന്നും മിണ്ടിയില്ല. മിണ്ടാതിരുന്ന ദൈവം ആരെന്നറിവി എന്ന് പറഞ്ഞതുപോലെ ഞാൻ മിണ്ടാതിരുന്നു. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് പോകാം. ഞാൻ അവിടെ കിടന്ന് വാശി പിടിച്ചാൽ പുള്ളിയും വാശി കയറി ഇന്ന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്തായാലും ദൈവം രാത്രി ഇവിടെ കൊണ്ടുവന്നു. ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ അടുക്കള മൂലയിൽ ഒരു 21 നടക്കുന്നു. ഇടയ്ക്കൊക്കെ 1-2 ദിവസം ഞങ്ങളിവിടെ പോയി. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പകലും രാത്രികളുമൊക്കെ അവിടെ പോകണം എന്നൊക്കെയുള്ള ആഗ്രഹത്തോടൊക്കെ ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞു, ഇനി എന്ത് വന്നാലും 21 ദിവസം അവിടെ മീറ്റിംഗ് ഉണ്ട്, ഇടയ്ക്ക് നമുക്ക് പോകാം. നാളെ എന്തായാലും നമുക്ക് തുടർന്നിലേക്ക് വണ്ടി വിടുക. അങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ കൂട്ടായ്മയെ നമുക്ക് മറക്കാനോ തള്ളിക്കളയാനോ വരാതിരിക്കാനൊന്നും പറ്റില്ല. കർത്താവദാസൻ പറഞ്ഞത് ഇതൊരു ഉപവാസ പ്രാർത്ഥനയല്ല, കുടുംബ പ്രാർത്ഥനയല്ല, സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രാർത്ഥനയല്ല. ദൈവം കൊടുത്ത കാഴ്ചപ്പാട്, വെളിപ്പാട്, ദർശനങ്ങൾക്കനുസരണമായിട്ട് ദേശത്തിൻ്റെ വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് ദേശാധിപതി ശക്തികൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ദേശത്ത് അനർത്ഥം വിതയ്ക്കാൻ, ദേശത്ത് ദുരിതം കൊണ്ടിടാൻ, ദേശത്ത് കഷ്ടങ്ങളും നഷ്ടങ്ങളും രോഗവും ദുഃഖവും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നകലുഷിതമായ ഒരു അന്തരീക്ഷം സംജാതമാക്കാൻ ഇവിടെ ദേശാധിപതി അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ ഒരു ഭക്തൻ മാറിയിരുന്ന് അതിനെതിരെ വാദിക്കുന്നു, അതിനെതിരെ ആത്മാവിൻ്റെ വചനമെന്ന വാദത്തിൽ എത്തുന്നു. ഇതൊക്കെ കാണുമ്പോൾ പിശാചിനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഏറ്റവും നമുക്കും ഇഷ്ടമുള്ളതും അംഗീകരിക്കപ്പെടുന്നതുമായ ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ചില സാഹചര്യങ്ങൾ വരാൻ പറ്റാതെ പോകുന്നു എന്ന് വിചാരിച്ചാലും വിചാരിക്കുന്ന പോലെയൊന്നുമുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നൊരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഈ ഐക്യക്കൂട്ടായ്മയുടെ നേതൃത്വം
വളരെ ഉത്തരവാദിത്തങ്ങൾ ചുമലേറി നിന്നുകൊണ്ട് വളരെയധികം കഠിനമായി അധ്വാനം ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ജോസ് അവറുകൾ തൻ്റെ കുടുംബം. ഞാൻ 21 ഇരുന്ന സമയത്ത് കർത്താവിൻ്റെ ദാസൻ ഒന്നിലധികം ദിവസങ്ങൾ കടന്നു വന്നെങ്കിലും ഒരു രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ അവിടെ വളരെ ശക്തമായി ശുശ്രൂഷിക്കുവാനും അത് ആ ദേശത്തിനും ആ കൂട്ടായ്മയ്ക്കും കടന്നു വന്ന പ്രിയപ്പെട്ടവർക്കും ഉപവസിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു. ഇന്നും എന്നെ പലരും വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, അന്നത്തെ ദിവസത്തെ ആ പാസ്റ്റർ എവിടുന്ന വന്നത്? നല്ല അനുഗ്രഹിക്കപ്പെട്ട നല്ല ശുശ്രൂഷകളായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ടുണ്ട്, യോശുവയുടെ പുസ്തകത്തിൽ നിന്നും വാഗ്ദത്തം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വളരെ ആലങ്കാരികമായും അടുക്കും ചിട്ടയോടും കൂടെ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ദൂത് വിളിച്ചറിച്ച് അന്ന് രാത്രിയിലെ ശുശ്രൂഷകൾ വളരെ നന്നായിരുന്നു എന്ന് എന്നെ വിളിച്ചൊരു ദേവദാസൻ പറയുന്നു. അതുപോലെയുള്ള എല്ലാ ദിവസങ്ങളും വളരെ അനുഗ്രഹമായിരുന്നു. പകലും രാത്രിയിലുമൊക്കെ ഒരുപാട് ദേവദാസന്മാരും വിശ്വാസികളും ഒക്കെ കടന്നു വന്ന് സംബന്ധിപ്പാനിടയായി ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ഉപവാസം കഴിഞ്ഞ് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചു, ഭയങ്കര അനുഗ്രഹമായിരുന്നു അല്ലേ അക്രൈസ്തവരായിട്ടുള്ളത്? ഞാൻ പറഞ്ഞതേ, ഈ ദേശത്തൊരു വീട്ടിൽ 21 ദിവസത്തെ ഇതുപോലെ ഗംഭീരമായ പ്രാർത്ഥന ഈ അടുത്ത കാലത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അക്രൈസ്തവരായിട്ടുള്ള ഹൈന്ദവർ പോലും എന്നോട് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. 3 ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ച് അതിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഏറിയ മൊത്തം കവർ ചെയ്യുന്ന പോലെ അങ്ങ് ചെല്ലുമായിരുന്നു. താഴെ റോഡിലും മലയിലും അവിടെ ഇവിടെയൊക്കെ അതിൻ്റെ പ്രതികരണങ്ങൾ അവരറിയിക്കുകയുണ്ടായി. ഞങ്ങളുടെ ദേശത്തെ സംബന്ധിച്ച് എത്ര ശബ്ദം ഉയർത്തി വെച്ചെന്നാൽ ആർക്കും ഒരു പരാതിയില്ല. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് അങ്ങനെ ചെയ്തത്. ഒറ്റ മനുഷ്യൻ അവിടെ ചോദിച്ചിട്ട് എന്തുകൊണ്ട് ഇവിടെ കാണിക്കുന്നതായിട്ട് എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. എല്ലാവരും ഇവിടെ അയ്യോ തീർന്നോ നല്ല അനുഗ്രഹമായിരുന്നു, ഞങ്ങളത് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, ഒത്തിരി സന്തോഷമായിരുന്നു എന്ന് മറ്റുള്ളവരും പറഞ്ഞു കേൾക്കാനിടയായി. അപ്പോൾ എന്നോട് അവർ പറഞ്ഞു, ഇനിയും കാണുമോ? ഞാൻ പറഞ്ഞു കാണും. ഹല്ലേലൂയ. ഇപ്പം പിന്നെ നമ്മുടെ വീട്ടിലുള്ളവരും പറയും, ഇന്നും എന്നോട് ഒരു പയ്യൻ പറഞ്ഞു, എന്നെ അവരെല്ലാം അപ്പ എന്ന് വിളിക്കുന്നു. അപ്പം ഒരു 40 തുടങ്ങാനുള്ള ആലോചന വല്ലതും ഉണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ക്ഷീണമൊന്ന് മാറട്ടെ, നമുക്ക് നടത്താം. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തായാലും നമ്മുടെ കർത്താവദാസൻ പ്രിയ സിംസൺ അവர்களுം വളരെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. താനും പെട്ടെന്ന് തന്നെ ഒരു 21 തുടങ്ങാനുള്ള പരിപാടിയാണ്. അതിൻ്റെ സജ്ജീകരണങ്ങൾ ഒരുക്കി പ്രാർത്ഥനയിലാണ്. ദൈവത്തിനെ പെട്ടെന്ന് അദ്ദേഹം മാർച്ചിൽ നടത്തണമെന്നൊക്കെയുള്ളതാണ്. അതിന് മുമ്പ് ദൈവാത്മാവ് നിയോഗം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാം ദൈവം അനുഗ്രഹപ്രദമായി നടത്തി. ഒരു പൈസ പോലും മുന്നിൽ കണ്ടുകൊണ്ടോ ഒന്നുമല്ല. ദൈവാത്മാവ് ഹൃദയത്തിൽ പ്രേരണ വന്നപ്പോൾ പിന്നെ മുൻപോട്ട് ഒന്നും ചിന്തിക്കാതെ മുഴങ്കാലമടക്കി പ്രാർത്ഥിച്ചു. സ്തോത്രം. തുടങ്ങി പര്യവസാനിച്ച് പ്രാർത്ഥിച്ച ആശീർവാദം പറയുന്നത് വരെ ഒന്നിനൊരു കുറവും ദൈവം വരുത്തിയില്ല. ഹല്ലേലൂയ. എല്ലാ ദിവസവും പകലും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ വന്നവർക്കൊക്കെ തൃപ്തികരമായ ലഘുഭോജനങ്ങളും ബഹുഭോജനങ്ങളും ഒക്കെ കൊടുത്ത് അവരെ സന്തോഷത്തോടെ പറഞ്ഞയപ്പാനും ഇടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാം ദൈവം കൃത്യമായി എല്ലാം ഉചിതമായി ചെയ്തു അനുഗ്രഹിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, ഒരുപാട് ആത്മീയ നന്മകൾ പ്രാപിപ്പാൻ ഒക്കെ ഇടയായി. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾക്ക് വിടുതലുണ്ടായി, മറുപടി ഉണ്ടായി. അപ്പോൾ തന്നെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചിട്ടില്ല. ദൈവം തടഞ്ഞു വെച്ചിരിക്കുന്നു. അതിന് മറുപടിയുടെ സമയമാകുമ്പോൾ ദൈവം അതിനും ഉത്തരം അരുളുന്ന ദൈവമാണ്. എല്ലാം ദൈവം നമുക്ക് ചോദിക്കുമ്പോഴൊന്നും തരണമെന്നില്ല. ചോദിക്കുന്നതെല്ലാം ഒന്നും ദൈവം തരുന്നില്ല. ദൈവത്തിൻ്റെ സ്തോത്രം.
അപ്പൊ അതുകൊണ്ട് ദൈവം നമുക്ക് ആവശ്യമുള്ള സമയമാകുമ്പോൾ അത് തരും. നമ്മൾ വിശ്വസിക്കുക, നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ നമ്മെ സമർപ്പിക്കുക. ദൈവം അത് ഉചിതമായി ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്നതൊന്നും വൃഥാവല്ല. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും കരയുന്നതും അഭയാചന കഴിക്കുന്നതൊന്നും വൃഥാവാകില്ല. അതിനൊക്കെ സമയോചിതമായി സന്ദർഭോചിതമായി ദൈവം നമുക്ക് വേണ്ടുന്ന നന്മകൾ മറുപടിയായി നമുക്ക് നൽകിത്തരും. അത് ആത്മീകത്തിലും ഭൗതികത്തിലും ശാരീരിക മാനസികമായ എല്ലാ മേഖലകളിലും ദൈവം നമ്മെ മാനിപ്പാൻ ശക്തനാണ്. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീണ്ടും വരാം എന്നരുളി ചെയ്ത ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി ഒരു വാക്യം വായിക്കാം. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിനെ ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം പറഞ്ഞു. അവർ അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ടതും വളരെ സുപരിചിതവുമായ ഒരു വാക്യഭാഗമാണ് നമ്മൾ വായിച്ചത്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ലഭ്യമായതനുസരിച്ച് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് 4 സുവിശേഷ വേദഭാഗങ്ങളാണുള്ളത്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഇതിനെ 2ആയി വേർതിരിച്ച് പഠിക്കാൻ കഴിയും. സമാന്തര സുവിശേഷങ്ങളെന്നും അല്ലെങ്കിൽ സമവീക്ഷണ സുവിശേഷങ്ങളെന്നും സമവ്യത്യസ്ത സുവിശേഷമെന്നും നമുക്കിതിനെ 2ആയി പഠിക്കാൻ കഴിയും. വേദ വ്യാഖ്യാനകർത്താക്കൾ അങ്ങനെയാണ് ഇതിനെ വേർതിരിച്ച് പഠിപ്പിക്കുന്നത്. അതിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ 3 സുവിശേഷ ഭാഗങ്ങൾ സമാന്തര സുവിശേഷങ്ങൾ അല്ലെങ്കിൽ സമവീക്ഷണ സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്നു. യോഹന്നാൻ സമവ്യത്യസ്ത സുവിശേഷം എന്നും അറിയപ്പെടുന്നു. എന്ന് വെച്ചാൽ ആദ്യത്തെ 3 സുവിശേഷ ഭാഗങ്ങളിൽ 3 പേരും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്, സമാന്തരമായ കാര്യങ്ങൾ പറയും. എന്നാൽ ഈ 3 പേരും പറയാത്ത കാര്യങ്ങളാണ് യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറഞ്ഞിട്ടുള്ളത് പലതും ഈ 3 പേരും പറഞ്ഞിട്ടില്ല. ഇവരിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലാണ് യോഹന്നാന്റെ സുവിശേഷം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അവർ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ 4 സുവിശേഷ ഭാഗങ്ങളിൽ നിന്നും പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത 35-ൽ പരം അത്ഭുതങ്ങൾ നമുക്കിതിൽ കാണാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ്. ഏകദേശം 18ഓളം അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ഈ 35 അത്ഭുതങ്ങളെ ഉള്ളോ എന്ന് ചോദിച്ചാൽ അത്രയൊന്നും അല്ല. യോഹന്നാൻ അത് പറയുന്നുണ്ട്. ലോകത്തിലെ സപ്തസാഗരങ്ങൾ ഒന്നിച്ച് മഷിയായി തീർന്നാലും ഈ ലോകത്തിലെ സകല വൃക്ഷങ്ങളും അരച്ച് പൾപ്പാക്കി പേപ്പറാക്കി കൊണ്ടുവന്ന് എഴുതിയാലും തീരാത്ത വിധത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ചെയ്ത മഹാത്ഭുതങ്ങൾ ആർക്കും എഴുതാനോ വർണ്ണിക്കുവാനോ കഴിയാത്ത വിധത്തിലുണ്ട്. ഇന്നും ആ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഇന്നും അത്ഭുതം ചെയ്യാൻ ആ യേശു മതിയായവനാണ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ, നമ്മുടെ ജീവിതത്തെ അതിശയമാക്കി മാറ്റാൻ, നമ്മുടെ ജീവിതത്തിൽ ആശ്ചര്യകരമായ കാര്യങ്ങൾ ചെയ്യാൻ, വിസ്മയമായ കാര്യങ്ങൾ ചെയ്യാൻ ഇന്നും യേശു മതിയായവനാണ്. യേശുവിന്റെ
ശക്തി, യേശുവിന്റെ കഴിവ് അത് ഒരിക്കലും മങ്ങിപ്പോയിട്ടില്ല. ആ ശക്തി ഇന്നും ക്ഷയിച്ചു പോയിട്ടില്ല. ഇന്നും നിലവിളിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി, ഭക്തമതികൾക്ക് വേണ്ടി യേശു അത്ഭുതം പ്രവർത്തിക്കുവാൻ മതിയായവരാണ്, പര്യാപ്തമാണ്. അവനിൽ വിശ്വസിക്കുന്നവരെ അവൻ തന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് അവരെ സമൂഹമധ്യേ മാനിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ പൗലോസൊക്കെ പറഞ്ഞത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി, അതിന്റെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ ഈ അടയാളങ്ങൾ നടക്കും എന്നൊക്കെ നമ്മൾ വായിക്കുന്നത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലേക്ക് ഇറങ്ങി വരാൻ ഇടയായിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. അത്ഭുതങ്ങളെ 6 ഭാഗങ്ങളായി നമുക്ക് വേർതിരിച്ചു പഠിക്കാൻ കഴിയും. യേശു ചെയ്ത അത്ഭുതങ്ങൾ, വീട്ടിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ, വഴിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ, പള്ളിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ, വെള്ളത്തിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ, മരുഭൂമിയിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ, കല്ലറകളിൽ വെച്ച് ചെയ്ത അത്ഭുതങ്ങൾ. ഇങ്ങനെ 6 ഭാഗങ്ങളായിട്ട് യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെ നമുക്ക് പഠിക്കാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അതിൽ ഒരു അത്ഭുതമാണ് ഈ 5-ാമത്തെ അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാതെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ തന്ന ചില ചിന്തകൾ വായിച്ച കുറിവാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ വേഗത്തിൽ കൈമാറി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. 5-ാമത്തെ വാക്യമാണ് വായിച്ചത്. അതിന് ശിമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അടുത്ത ഭാഗമാണ് എന്റെ പ്രസംഗ വിഷയം. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ശിമോൻ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് മറ്റു ചില ഉദാഹരണങ്ങൾ കൂടെ അതിനോട് ചേർത്തിണക്കി ചൂണ്ടിക്കാണിച്ച അനന്തരം ഞാൻ പ്രാർത്ഥിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് ഇവിടെ യേശു ക്രിസ്തുവും ശീമോൻ പത്രോസുമായിട്ടുള്ള ഇവിടുത്തെ ബന്ധമെന്ന് പറയുന്നത്? സാഹചര്യങ്ങൾ പത്രോസിന് അനുകൂലമല്ലാതെ നിൽക്കുന്നു. കഴിഞ്ഞ രാത്രി മധ്യേ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത മനോവ്യസനത്തിലും വിഷമത്തിലും ഭാരത്തോടും ദുഃഖത്തോടും കൂടെ ആയിരിക്കുന്നു. അങ്ങനെ തന്റെ ജീവിത സാഹചര്യങ്ങൾ തനിക്കെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് തനിക്കെതിരെ തന്റെ ധനമാർഗങ്ങൾക്ക് തടസ്സം നിന്നുകൊണ്ട് അവനെതിരെ വാദിക്കുന്ന വേളയിൽ യേശു കടന്നു വന്ന് പത്രോസിനോട് പറയുകയാണ്, അവൻ കടലിലേക്ക് നിന്റെ പടകൊണ്ടിറക്കി ആഴത്തിലേക്ക് മീൻ പിടുത്തത്തിന് വേണ്ടി വലയിറക്കെന്ന് പറയുമ്പോൾ മറുത്തൊരു വാക്കു പറയാതെ യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്ന ശീമോൻ പത്രോസ്. ഹല്ലേലൂയ. അതാണ് ഇന്ന് രാത്രി എന്റെ ഹൃദയത്തിൽ ദൈവം തന്ന ചിന്ത. യേശു ക്രിസ്തുവിനെ അനുസരിക്കുന്ന ശിമോൻ പത്രോസ്. നമ്മളാമേ അനുസരിക്കുമോ? രാത്രി മൊത്തം അധ്വാനിച്ച് ഉറക്കമെല്ലാം മാറ്റിവെച്ചിട്ട് ആമേ പുറക്കടലിൽ പോയി ചെന്ന് ആമേ മത്സ്യബന്ധനം നടത്തി ഹല്ലേലൂയ പടകിനകത്ത് കൊണ്ടുവന്ന് ഫിഷ് മാർക്കറ്റിൽ കൊണ്ടുചെന്ന് വിറ്റിട്ടോ
ലേലം വിളിച്ചോ കിട്ടുന്ന വരുമാനം കൊണ്ടുവന്ന് തനിക്ക് കൂടെ നിൽക്കുന്നവർക്ക് ശമ്പളം കൊടുക്കണം. ഹല്ലേലൂയ. അതിന്റെ പ്രധാനപ്പെട്ട ആളാണ് പത്രോസ്. പത്രോസ് ഈ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടുവന്നിട്ട് കൂടെയുള്ളവർക്ക് ശമ്പളം കൊടുക്കണം. തന്റെ ഉപജീവന മാർഗം ഇതിനകത്തു നിന്നാണ് കണ്ടെത്തേണ്ടുന്നത്. വീട്ടിലെ ചെലവുകൾ കഴിയണം. ഒത്തിരി കാര്യങ്ങൾ ആ മനുഷ്യന് മുൻപിലുണ്ട്. പക്ഷേ അതിനാവശ്യമായ മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ഒരു ചെറു മത്സ്യം പോലും തന്റെ പടകിനകത്ത് വന്നെത്തിപ്പെടാൻ കഴിയാതെ ഹല്ലേലൂയ കഴിഞ്ഞ രാത്രി മൊത്തം അധ്വാനിച്ച് അധ്വാന ഭാരത്താലുള്ള ക്ഷീണം, ഉറക്കമിളച്ച ക്ഷീണം, അവൻ ഒന്നും കിട്ടാതെയുള്ള മനോവ്യസനം, ആ ക്ഷീണം വല്ലാതെ മനസ്സ് തളർന്നിരിക്കുമ്പോൾ തകർന്നിരിക്കുമ്പോൾ യേശു വന്നിട്ട് പറയുക, ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വലയിറക്കെന്ന് പറയുമ്പോൾ അനുസരിക്കാൻ പറ്റുന്ന ഒരു സമയമല്ലവിടെ. ആമേൻ. അനുസരിക്കാൻ പറ്റില്ല. ഒന്ന്, പാരമ്പര്യമായി നിൽക്കുന്ന സമ്പ്രദായം യേശു പറഞ്ഞ വാക്ക് അനുസരിക്കാൻ പറ്റുന്നതല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട്, അവരുടെ ജീവചരിത്രത്തിൽ ഇന്നുവരെയും രാത്രി അല്ലാതെ പകൽ മത്സ്യബന്ധനത്തിന് പോയിട്ടേയില്ല. ഹല്ലേലൂയ. ഇക്കാരണങ്ങൾ കൊണ്ട് യേശുവിനെ പത്രോസിന് അനുസരിക്കേണ്ട ഒരു കാര്യവുമില്ല. ശക്തമായിട്ട് വേണമെങ്കിൽ എതിർക്കാം, ശക്തമായിട്ട് വേണമെങ്കിൽ വാദിക്കാം. യേശുവിനെ എന്തും തനിക്ക് പറയാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ തൊഴിൽ ചെയ്യുന്നവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇവിടെ അടുത്തുള്ള പ്രിയ മനോജ് കുഴിക്കാല പാസ്റ്റർ പൂയപ്പള്ളിയിലുള്ള IPC സഭയുടെ കർത്താവിദാസ, ഞങ്ങളുടെ സ്നേഹിതരെ, ഞങ്ങളെല്ലാം കൂടെ ഒരു ദിവസം നീണ്ടകരെ മീൻ വാങ്ങിക്കാൻ പോയി. രാവിലെ പോയത് ഈ മത്സ്യം ബോട്ട് കൊണ്ട് അടുത്ത് ഇറക്കുന്ന ഭാഗത്ത് ഞങ്ങൾ ചെല്ലുകയാണ്. അവിടെ ചെന്ന് വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് പോകുന്ന വഴിയിൽ ഓരേലും പഞ്ഞി വാങ്ങിക്കണം. ഞങ്ങൾ ചെന്നിട്ട് പഞ്ഞി അദ്ദേഹം പറഞ്ഞു, മൂക്കിൽ വെക്കാനൊന്നുമല്ല, ചെവിയിൽ വെക്കാനല്ല. ഞങ്ങൾ അതെന്തോ അങ്ങനെ നമ്മൾ പോകുന്ന ആ മേഖല അങ്ങനത്തെ മേഖലയാണ്. കാരണം അവർ വിളിക്കുന്ന ഭാഷ ആ രീതിയിലെ ഭാഷയാണ്, നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ തമാശന് പറഞ്ഞത് അവരെ പഞ്ഞി വെച്ചുകൊണ്ട് വന്നു. എൻ്റെ പൊന്നു ഭാഷയെ അവിടെ ചെന്ന് കയറി കേൾക്കുന്ന നമുക്ക് ഇതാണ്. ഹല്ലേലൂയ. നമുക്കൊന്നും അവിടെ ചെന്ന് നിൽക്കാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അവരുടെ ഭാഷ അങ്ങനെയാണ്. ഹല്ലേലൂയ. പിന്നെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, പത്രോസ് ഒരു എടുത്തുചാട്ടക്കാരനാണ്. രണ്ട്, പത്രോസ് മുൻകോപമുള്ളവനാണ്. മൂന്ന്, പത്രോസിന് സ്ഥിരതയില്ലാത്തവനാണ്. നാല്, പത്രോസ് എത്ര സ്നേഹിച്ചാലും സ്വാർത്ഥതയ്ക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ സ്നേഹിച്ചവരെ ഏത് നിമിഷവും തള്ളിപ്പറയുന്നവരാ. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ ഒത്തിരി സ്വഭാവ ദൂഷ്യങ്ങൾ ഈ മനുഷ്യനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഈ നിലവാരത്തിലുള്ള ശിവൻ പത്രോസിനോട് യേശു ക്രിസ്തു പറയുകയോ, മീൻ പിടുത്തത്തിന് ആഴത്തിലേക്ക് വലയിറക്ക്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. 5-ാം വാക്യത്തിന്റെ ആമേൻ മുഴുവൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത സെന്റൻസ് തുടങ്ങുന്നത് നിന്റെ വാക്കിന് വലയിറക്കാമെന്നല്ല, എങ്കിലും അതിന് അടിവര ഇടേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് അവർ പറയത്തില്ല. അവരുടെ സമ്പ്രദായം അങ്ങനെ, അവരുടെ രീതി അങ്ങനെ, അവരുടെ സ്വഭാവം അങ്ങനെ. നല്ല പോയി പണി നോക്കണേ എന്ന് പറയും. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ എങ്കിലും നിന്റെ വാക്കിന് വലയിറക്കാം. ഹല്ലേലൂയ.
അടിയറ വെക്കുക. അവന്റെ സമ്പ്രദായങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, പാരമ്പര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, അവന്റെ എടുത്തിനത്ത സ്വഭാവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, അവന്റെ മുൻകോപ സ്വഭാവങ്ങളെ മാറ്റിവെച്ചുകൊണ്ട്, സ്ഥിരതയില്ലായ്മ മാറ്റിവെച്ചുകൊണ്ട്, തള്ളിപ്പറയുന്ന മനോഹരം മാറ്റിവെച്ചുകൊണ്ട്, യേശുവിന്റെ മുൻപിൽ അവൻ അവനെ അടിയറ വെച്ച് അനുസരിക്കുന്ന യേശുവിന്റെ മുൻപിൽ. ഹല്ലേലൂയ. ആമേൻ. ചിലതൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് അടിയറ വെക്കണം. ദൈവപ്രവൃത്തി നടക്കണമെങ്കിൽ, ചില വിടുതൽ നടക്കണമെങ്കിൽ, കുടുംബത്തിനകത്ത് വിടുതൽ നടക്കണമെങ്കിൽ, സാമ്പത്തിക മേഖലക്കകത്ത് വിടുതൽ നടക്കണമെങ്കിൽ, നാളുകൾ കൊണ്ട് അധ്വാനിച്ചിട്ട് ഓട്ടസഞ്ചി എന്ന അനുഭവത്തിൽ കൂടെ ഇന്ന് രാത്രി ആരെങ്കിലും ഇതിനെ കേൾക്കുന്നെങ്കിൽ ആത്മാ വിളിച്ചു പറയുക, നീ യേശുവിനെ അനുസരിക്കാൻ പഠിക്കുക. യേശുവിന്റെ വാക്കിന്റെ മുൻപ് മാറുന്നത് പോകാതെ യേശുവിനെ ഇന്ന് രാത്രി അഞ്ചുമടക്കി നീ സമർപ്പിച്ച് വിധേയപ്പെട്ട് ആടിയറ വെച്ച് യേശുവിനെ അനുസരിക്കാൻ നോക്ക്. ഹല്ലേലൂയ. നിന്റെ ചരിത്രത്തെ മാറ്റി എഴുതുക, നിന്റെ കുടുംബ പശ്ചാത്തലങ്ങളെ മാറ്റി എഴുതുക, നിന്റെ ജീവിത സാഹചര്യങ്ങളെ പൂത്തെറിയുക. യേശുവിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഒറ്റ കണ്ടീഷൻ, യേശുവിന്റെ വാക്കിന് മുൻപിൽ നീ അനുസരിക്കുന്നവനായി തീരണം, അനുസരിക്കുന്നവളായി തീരണം. ഹല്ലേലൂയ. മറുത്തൊരു വാക്ക് പറയാൻ നിൽക്കാതെ, എതിർവാക്ക് പറയാൻ നിൽക്കാതെ, അതും പറയാൻ നിൽക്കാതെ, യേശുവിന്റെ മുഖത്ത് നോക്കി പിറുപിറുക്കാൻ നിൽക്കാതെ, അവൻ ചോദിച്ചത് നിലച്ചതുകൊണ്ടോ അവൻ തക്ക സമയത്ത് കിട്ടിയില്ലെന്ന് വിചാരിച്ച് യേശുവിന്റെ മുഖത്ത് നോക്കി അതും പറയാതെ അവന്റെ വാക്കുകൾക്കനുസരിച്ചാൽ ഇപ്പോൾ നിനക്കൊന്നും കിട്ടിയില്ലെങ്കിലും സമയമാകുമ്പോൾ നിന്റെ കരുത്തിൽ കൊണ്ടുവന്ന് നിനക്ക് തന്നെ പാലിപ്പാൻ അവൻ ശക്തൻ. അതിന്റെ ചരിത്രം തിരുത്തി എഴുതാൻ ഇതുവരെ എഴുതിയ ചില എഴുത്തുകളെ വായിച്ചിട്ട് പുത്തനായ ചില എഴുത്തുകൾ യേശുവിന്റെ നാമത്തിൽ. അപ്പോ ശീമോൻ പത്രോസ് യേശുവിനെ അനുസരിച്ചു. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹല്ലേലൂയ. എങ്കിലും നിന്റെ വാക്കിന് വല ഇറക്കാം. ഹല്ലേലൂയ. പദങ്ങളൊക്കെ സൂക്ഷ്മമായി. ഹല്ലേലൂയ. നിന്റെ വാക്കിന് വല വീശാമെന്നല്ല, യേശു എന്തു പറഞ്ഞോ അതുപോലെ ചെയ്യാം. അങ്ങനെയുള്ള യേശുവോട് പറഞ്ഞത്. ആമേൻ. ആഴത്തിലേക്ക് മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ. ഹല്ലേലൂയ. വീശുവീൻ എന്ന് പറഞ്ഞില്ല, രാത്രി മൊത്തം വീശിയതാ. വീശിയിട്ട് ഒന്നും കിട്ടാത്ത അതേ കടലിനകത്ത് പിന്നെയും പഴയ പാരമ്പര്യത്തിന്റെ സമ്പ്രദായം വെച്ചുകൊടുത്ത് മാനിച്ചിനെ അനുഗ്രഹിക്കാനല്ല യേശു വന്നത്. യേശു വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട്, വ്യത്യസ്തമായ രീതി സ്വീകരിച്ചുകൊണ്ട്, ഇതുവരെ ചെയ്തതിനെ ചെയ്താൽ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് കിട്ടിയതെന്ന് നീ പറയാതിരിക്കേണ്ടതിന്, ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടാകേണ്ടതിന് യേശു വ്യത്യസ്തമായ രീതി എടുക്കുകയാണ്. വീശി പിടിച്ചാ പറയും, എനിക്ക് വീശാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീശിയത്. പത്രോസിന് പടകെന്താണെന്നറിയാം, വലയെന്താണെന്നറിയാം, കടലെന്താണെന്നറിയാം, ഗന്നസരത്തെ തടാകത്തെ കുറിച്ച് വ്യക്തമായിട്ടറിയാം. ഹല്ലേലൂയ. തിബരിയാസ് കടലെന്നും, ഹല്ലേലൂയ, ആ ഗലീലിയ കടലെന്നൊക്കെ ഇതിന് പേരുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അവൻ വീശാൻ പറഞ്ഞാൽ പത്രോസിന്റെ വലയിൽ മീൻ കിട്ടിയാൽ പറയും, എന്റെ കഴിവ് കൊണ്ടാണ് ഈ മത്സ്യം ഇപ്പോൾ ഇതിനകത്ത് കയറിയത്. കണ്ടോ യേശുവേ, അവൻ എന്റെ കഴിവ് കണ്ടോ എന്ന് പറഞ്ഞ് അവൻ അവന്റെ വലിയ ഒറ്റത്തിലേക്ക് പോകും. ഹല്ലേലൂയ. കുളക്കരയിൽ കിടന്നവന്റെ അടുത്ത് വന്ന് കുളത്തിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു യേശു.
ദൂതൻ ഇപ്പൊ വരും, കുളം കാലങ്ങൾ ഇറങ്ങണേ എന്ന് പറഞ്ഞു. ആമേൻ. നല്ലൊരു യേശു വ്യത്യസ്ത നിലപാട് സ്വീകരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഇതുവരെ നിന്റെ ചില കാര്യങ്ങൾക്ക് ഒരു നടപടിയും ഉണ്ടായില്ലെങ്കിൽ, ഇതുവരെ ഇനി പ്രാർത്ഥിച്ചിട്ടും നിന്റെ വിജയത്തിന് മറുപടി ഒന്നും ലഭിക്കുന്നില്ലെങ്കിൽ, അവർ ഇന്ന് രാത്രി യേശുവിന്റെ അടുത്ത് വന്ന് നിന്റെ പ്രാർത്ഥനയുടെ ശൈലിക്ക് ഒരു മാറ്റം വരുത്താൻ പറയാൻ പോവുകയാണ്. നിന്റെ വചന ധ്യാനത്തിന് ഒരു ശൈലിക്ക് ഒരു മാറ്റം വരുത്താൻ, നിന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ ശൈലിക്ക് പഴയകാല ശൈലി എന്ന് മാറ്റി ഒരു പുത്തൻ ശൈലിയിലേക്ക് നിന്നെ കൊണ്ടുപോയി നിന്നെ മാനിക്കേണ്ടതിന് ഇന്ന് രാത്രി ദൈവം തമ്മിലെ അരികിലേക്ക് ഇന്ന് രാത്രി അടുത്തു വരികയോ, നീ മുൻപ് ചെയ്തതുപോലെയല്ല ഒരു വ്യത്യസ്തമായ നിലയിലേക്ക് നിന്റെ പ്രാർത്ഥനയുടെ തലത്തെ കൊണ്ടുപോകും. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ തലത്തിനൊരു മാറ്റം വരുത്തും. വചനധ്യാനത്തിന്റെ തലത്തിന്റെ മാറ്റം ചുമ്മാ വായിച്ചു വിടുന്ന വായന നിർത്തിയിട്ട് ധ്യാനിച്ചു വായിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. അവർ വായിച്ചു വരുമ്പോ എന്തെങ്കിലും സംശയം അകത്ത് കിടമ്പോ എന്നെ വായിച്ചെന്ന് പറഞ്ഞ് മടക്കി വെക്ക് പോകാതെ ആവർത്തിച്ച് നീ വായിക്ക്. വായിച്ച് നീ ധ്യാനിച്ച് മുഴങ്കാല് മടക്കുമ്പോൾ നിനക്ക് സംശയപ്പെടുന്ന തീർത്തു വരാൻ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. അതിന്റെ ആഖ്യാന തലത്തിനകത്തേക്ക് കൊണ്ടുപോയി നിനക്ക് അതിന്റെ അർത്ഥം തിരിച്ചു തരും. എല്ലാത്തിനും ഒരു മാറ്റം വരണം. പഴയ സമ്പ്രദായ രീതികൾ മാറണം. എല്ലാ ഇടപാടുകൾ പഴയ രീതി മാറണം. ഹല്ലേലൂയ. അവൻ അങ്ങനെ ഇങ്ങോട്ട് മാറുമ്പോൾ ഹല്ലേലൂയ, ഇതുവരെ പിടിച്ചതുപോലെയൊന്നുമല്ല, ഇതുവരെ പ്രാപിച്ചതുപോലെയല്ല, ഇതുവരെ കണ്ടതുപോലെയല്ല, ഇതുവരെ കേട്ടതുപോലെയല്ല. നീ കേൾക്കാൻ പോകുന്ന ദൈവശബ്ദം, നീ കാണാൻ പോകുന്ന ദൈവിക കാഴ്ചപ്പാടുകൾ, നീ കാണാൻ പോകുന്ന വെളിപ്പാടുകൾ, നീ കാണാൻ പോകുന്ന ദൈവിക കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ചില അനുഭവങ്ങളിലേക്ക് ഇന്ന് രാത്രി ആത്മാവിനെ കൊണ്ടുപോകുകയോ. ഹല്ലേലൂയ. യേശു പറഞ്ഞു വലയിറക്ക്. പത്രോസ് പറയുക നിന്റെ വാക്കിന് വലയിറക്കാം. ഹല്ലേലൂയ. യേശു പറഞ്ഞു വലയിറക്കാം, പത്രോസ് പറഞ്ഞു വലയിറക്കാം. അനുസരിച്ച് വരികയാണ്. പത്രോസിന് മനസ്സിലായി. ഹല്ലേലൂയ. ഇവിടെ വലിയ പാപം കാണിച്ചിട്ട് കാര്യമില്ല, മുഷ്ടി ചുരുട്ടിയുടെ കാര്യമില്ല, വാഗ്വാദം നടത്തിയുടെ കാര്യമില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രിയിലെ നഷ്ടം നികത്തണം. ഹല്ലേലൂയ. പകലെങ്കിൽ പകല് അവൻ യേശു എന്റെ അടുത്ത് പറഞ്ഞ വാക്കിന് മറുവാക്ക് പറയാതെ അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവന്റെ സ്ഥിതിയെ ദൈവം മാറ്റാൻ തുടങ്ങി. ഇന്ന് രാത്രി ഒന്നും ചെയ്യേണ്ട മുന്നേ അവൻ ഒത്തിരി കാര്യം വരുമെന്ന് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് രാത്രി യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ കൂടെ ദൈവവചനത്തിൽ കൂടെ നിന്നോട് അനുശാസിക്കുന്ന ദൈവവചനം നീ അത് അനുഷ്ഠിക്കാൻ അനുസരണയോടെ ചെയ്യാൻ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാമോ? നിന്റെ സ്ഥിതി ഇന്ന് രാത്രി ദൈവം മാറ്റും. നിന്റെ ഭവനത്തിന്റെ സ്ഥിതി ഇന്ന് രാത്രി മാറ്റും. നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി ഇന്ന് രാത്രി മാറ്റും. നേരത്തെ കർത്താവ് പറഞ്ഞു പകുതി പണിതിരിക്കുന്ന വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ കിടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പൂർത്തി വരുത്തുന്ന നാസറായൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ വിജയം അവന്റെ പാദപീഠത്തിൽ വെച്ച് ഹല്ലേലൂയ ഇന്ന് രാത്രി അവന് വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നീ കയറിക്കൊണ്ട് ഇന്ന് രാത്രി എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അതിന്റെ സ്ഥിതിയെ മാറ്റോ. മാന്യമായ നിലയിൽ അത് പണിത് അതിനകത്ത് പ്രാർത്ഥിക്കാൻ യേശു മതിയായവനാണ്. അതിന്റെ പോരായ്മകളെ എന്തെന്ന് കണ്ടു മനസ്സിലാക്കി, അതിന് എന്താണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി അതിന്റെ നിലപാടുകളെ സ്വീകരിക്കാൻ ഇന്ന് രാത്രി ആത്മാവ് ദൂത് വിളിച്ചു പറയുകയാണ്. ആ വിഷയത്തിന്റെ മേൽ ദൈവം പണി തുടങ്ങിയിട്ടുണ്ട്. ആമേ മുടങ്ങിക്കിടക്കുന്നതിന് വീട് പണി മുകളിലെത്തിയതിന് ഭിത്തി ഉയർന്നു വന്ന് അതിന്റെ മേൽക്കൂട് പണിതകത്ത് സ്വസ്ഥമായി കയറി പാർക്കരുതെന്ന് നിന്നെ നോക്കി നിന്റെ പണിയെ നോക്കി നിന്റെ വിശ്വാസ ജീവിതത്തെ നോക്കി വെല്ലുവിളിക്കുന്ന ചില മണ്ഡലത്തെ ഇന്ന് രാത്രി പിടിച്ചു പുറത്തിറക്കി അതിനകത്ത് ദൈവിക പണി നടത്താൻ ദൈവം
ഹല്ലേലൂയ. ദൈവം അതിനകത്ത് സന്ദർശിക്കാൻ പോകുന്ന സഹോദരി. ഹല്ലേലൂയ. ദൈവം അതിനകത്ത് ഇടപെടാൻ പോകുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നാളുകൾ ദൈവം അതിന്റെ മേഖലകളിൽ തൊട്ടുണർത്തി അതിന് വേണ്ടുന്ന സാമ്പത്തിക സ്രോതസ്സുകളെ ദൈവം ഒരുക്കും. ഹല്ലേലൂയ. വിശ്വസിക്കാൻ കഴിയുമോ? ഒരു പൊട്ടനെ പോലെ, അവനൊരു പോഴനെ പോലെ ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. ദൈവം നമുക്ക് കടക്കാരനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ വിഷയം നീ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ച് ഒന്നുകൂടെ അവൻ ഒന്ന് കരഞ്ഞ് നിലവിളിച്ച് അവനെ നീ ഒന്ന് അനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് ഇന്ന് രാത്രി ദൈവം അതിനകത്ത് പണി നടത്താൻ പോവുക. ദൈവം ആ പണി ഏറ്റെടുക്കുക. ഇടത്തിലെ കോൺട്രാക്ടർമാരെ ഇട്ടിട്ട് പോയെങ്കിൽ ഉയരത്തിലെ കോൺട്രാക്ടർ പണി ഏറ്റെടുക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി ആ കോൺട്രാക്ടർ പണിയെടുത്താൽ അവൻ പിന്മാറുന്നവനല്ല, പണി കിട്ടിട്ട് പോകുന്നവനല്ല. അവൻ നമ്മുടെ കർത്താവ് സമ്പന്നന, നമ്മുടെ കർത്താവ് ധനാഢ്യന, നമ്മുടെ കർത്താവ് പുരാതന സമ്പത്തുള്ളവനെ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യം വേഗം വായിച്ചു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആര്? സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മുടെ കർത്താവാണ് സമ്പന്നനാണ്. ഹല്ലേലൂയ. ആ സമ്പന്നൻ ഈ ഭൂമിയിലേക്ക് വന്നതിന് നമ്മുടെ ദാരിദ്ര്യം മാറ്റാൻ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് ദരിദ്രനായി തീർന്ന കൃപ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റും. നമ്മുടെ കർത്താവിന്റെ സമ്പത്തിനൊരു കുറവുമില്ല. എന്നെ തിട്ടപ്പെടുത്തുവാൻ ആർക്കും കഴിയാത്ത വിധത്തിൽ അവന്റെ തലമുറയ്ക്കകത്ത് അനവധി നിരവധി സമ്പത്തുകളുണ്ട്, അനവധി നിരവധി ധനമുണ്ട്, അനവധി നിരവധിയായിട്ടുള്ള അനുഗ്രഹ സമ്പത്തുകളുണ്ട്, നിറവുണ്ട്. ഇന്ന് രാത്രി അത് നമ്മുടെ മേൽ അയച്ചു തരാൻ അവൻ സമ്പന്നനാകയാൽ അവന്റെ ദാരിദ്ര്യം നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റി. അല്ലെങ്കിൽ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ, നമ്മളെ സമ്പന്നരാക്കാൻ ഇന്ന് രാത്രി യേശു അതിയായവനാണ്. യേശുവിന് അധികാരമുള്ള നാമത്തിൽ. അതുകൊണ്ട് ധൈര്യമായി ധൈര്യമായി ദൈവിക സമ്പത്ത് ഇറങ്ങി വരും. ദൈവിക സമ്പത്ത് ചില വ്യക്തികളെ തൊടും. ഹല്ലേലൂയ. ദൈവം മേഖലയെ തൊടും. വേഗത്തോടെ ഭാഗങ്ങൾ പറയാം. അപ്പോ യേശുക്രിസ്തുവിനെ അനുസരിച്ച ശീമോൻ പത്രോസ് അനുസരിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഗ്രഹങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അവൻ മറ്റു 2 വ്യക്തികളെ വേഗം ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ ഹല്ലേലൂയ അനുസരിക്കാത്ത 2 പേരെ കൂടെ ചൂണ്ടിക്കാണിച്ച് കറക്റ്റ് സമയത്ത് ഞാൻ പ്രസംഗിക്കാൻ ചൂണ്ടിക്കാണിക്കുന്നതേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. അനുസരിക്കുമ്പോൾ അവൻ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു അബ്രഹാമിനെ കാണാൻ കഴിയും. അബ്രഹാമിന് ഒരു രാത്രിയിൽ യഹോവയാകുന്ന ദൈവം പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിന്റെ ഏകജാതനാകുന്ന മകൻ, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ മകൻ ഇസഹാക്കിനെ. അത് എടുത്തു പറയാൻ കാര്യം ഇസ്മായേൽ എന്ന് പറയുന്ന ഒരു മോനുണ്ട്. അപ്പോ ഇസഹാക്കിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്മായേലിനെ പിടിച്ച് യാഗം നടത്താതിരിക്കേണ്ടതിന് ദൈവം പേരെടുത്തു പറഞ്ഞു. ഹല്ലേലൂയ. ഇസഹാക്കിനെ കൊണ്ടുചെന്ന് മോറിയ ദേശത്തുള്ള ഒരു മലയിൽ ചെന്ന് എന്ത് ചെയ്യണം? യാഗം നടത്തണം. ഹല്ലേലൂയ. അതിരാവിലെ അബ്രഹാം എഴുന്നേറ്റ് വിറകൊരുക്കി കഴുതയെ തോൽപ്പെട്ടി കെട്ടി ബാല്യക്കാരോട് പറഞ്ഞു, ഇസഹാക്കിനെ തട്ടി ഉണർത്തി സാറാമ്മച്ചിയെ അറിയിച്ചതേ ഇല്ല. വിഷയം അറിയിച്ചാൽ ചിലപ്പോൾ തടസ്സമാണ്.
ഹല്ലേലൂയ. അവിടെ സാറാമ്മച്ചിയോട് വിവരം പറഞ്ഞു. ഹല്ലേലൂയ. അബ്രഹാമും ഇസ്ഹാക്കും ബാല്യക്കാരും വാഹനമൃഗമാകുന്ന കഴുതയും വിറക് കത്തിയെത്തി എന്നിത്യാദി വസ്തുതകളുമായി അവർ അങ്ങ് ദൂരവേ മോറിയ ദേശത്തെ മല കണ്ടു. താഴ്വരയിൽ നിർത്തി ബാല്യക്കാരോട് പറഞ്ഞു, ഞാനും മകനും കൂടെ പോയി യാഗം നടത്തി മടങ്ങി വരാം, നിങ്ങൾ ഇവിടെ നിൽക്കണം. ഹല്ലേലൂയ. അവർ കേട്ടനുസരിച്ച് അവിടെ നിന്നു. ഒരു സൈഡിൽ കൂടെ മലകളിൽ മുകളിലോട്ട് പോകുമ്പോൾ ഇസഹാക്കിന്റെ ചോദ്യം നമുക്കറിയാം. പക്ഷേ ഹല്ലേലൂയ, അബ്രഹാം കൊടുക്കുന്ന മറുപടി അതും നമുക്കറിയാം. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം ഒന്നും വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന ഭാഗം ഹല്ലേലൂയ, ദൈവത്തിൽ നിന്ന് കേട്ടത് അല്പം കാഠിന്യമേറിയ കാര്യമാണ്, അല്പം പ്രയാസമേറിയ കാര്യമാണ്. ചെയ്യണ്ട എന്ന് അന്തരാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്ന വിഷയമാണ്. എന്തുവാ? തന്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ കൊണ്ടുചെന്ന് യാഗപീഠം ഒരുക്കി അതിനകത്ത് കണ്ടം കണ്ടമായി മുറിച്ച് യാഗമൃഗമായി ഇസ്ഹാക്കിനെ കിടത്തി തീയിട്ട് ദഹിപ്പിക്കണം. നമ്മൾ ചെയ്യൂ? നമ്മൾ അനുസരിക്കൂ? ഹല്ലേലൂയ. എല്ലാം കൂടെ തൂത്തുവാരി എറിഞ്ഞ് ദൈവത്തെ പഴിച്ചിട്ട് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൽ നിന്ന് ഓടി മറയും നമ്മളാണെങ്കിൽ പഴയ അബ്രഹാം അവിടെ പഞ്ചപുച്ഛമടക്കിക്കൊണ്ട് യഹോവയാകുന്ന ദൈവത്തെ അവൻ അനുസരിക്കാൻ തുടങ്ങി. ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുന്ന ഒരു പദം 22-ാം തീയതി വായിക്കും. ഇപ്പോൾ നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് കണ്ടിട്ട്, നീ ഭയപ്പെടുന്നു എന്നതിന് അതിന് മൂലഭാഷയിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് മറുത്തു മത്സരിക്കാതെ നീ അനുസരിക്കുന്നവരായി തീർന്നതുകൊണ്ട്. അങ്ങനെ അർത്ഥം. ഹല്ലേലൂയ. ദൈവത്തോട് മറുത്തു മത്സരിക്കാതെ ഇപ്പോൾ നീ അനുസരിക്കുന്നവരായതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഞാൻ സകല വംശങ്ങളെയും അനുഗ്രഹിക്കും, നിന്നെ ഐശ്വര്യമായും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പൊ അനുസരിച്ച അബ്രഹാമിനെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ ഐശ്വര്യമായും അനുഗ്രഹിക്കും, നിന്റെ തലമുറ മുഖാന്തരം സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും, നീ സകലർക്കും ഒരു അനുഗ്രഹ പാത്രമായി തീരും, നീ സകലരെയും അനുഗ്രഹിക്കുന്നവരായി തീരും. നിന്നെ തൊടുന്നവരെ ഞാൻ തൊടും, നീ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. എത്ര വലിയ വാഗ്ദത്തമാണ് കിട്ടിയത്! ഒന്നനുസരിച്ചതിന്റെ പിന്നിൽ ഹല്ലേലൂയ മറുത്തു മത്സരിക്കാതെ ഇന്ന് രാത്രി ആത്മാവിനെ എന്ന് പറയുന്നു, ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പറഞ്ഞ കൊടുക്കണം, അത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ പറഞ്ഞ ചെയ്യണം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറഞ്ഞ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ച് ഇന്ന് രാത്രി ദൈവം നിനക്ക് ചെയ്യുന്ന നന്മ എന്തെന്ന് ആർക്കും ഗ്രഹിക്കാനും ആർക്കും മനസ്സിലാക്കാനും കഴിയാത്ത വിധത്തിൽ കുടുംബം പ്രാർത്ഥിക്കണം. തൊടുന്ന മേഖലയെല്ലാം പരാജയപ്പെടും, കാലുവെൽക്കുന്നതൊക്കെ പരാജയപ്പെടുകയും ആത്മാവനെ വിളിച്ചെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ വഴി നീ തിരഞ്ഞെടുക്കുന്നതൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവം അതിന്റെ വഴി അടയ്ക്കുന്നത് അല്ലാതെ സാത്താനൊന്നുമല്ല, വിളിച്ചു നേർച്ചയൊന്നുമല്ല, അവൻ ആഭിചാരമൊന്നുമല്ല. ദൈവം നേരിട്ട് നിന്റെ വഴി അടയ്ക്കുകയില്ല.
മടങ്ങി നീ ദൈവത്തെ അനുസരിച്ചു വന്ന് ദൈവമാതൃത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് പിതാവേ അവിടുത്തെ ഇഷ്ടമെന്താ എന്നെ കുറിച്ചെന്ന് ചോദിച്ച് ആരാഞ്ഞറിഞ്ഞ് മനസ്സിലാക്കി ഈ നാളിൽ നീ അനുസരണമുള്ളവനായി അനുസരണയോടെ ദൈവത്തിന്റെ മാതൃത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവിക ദൗത്യത്തിന് സമർപ്പിച്ചാൽ അവൻ നിന്റെ കഴിഞ്ഞ കാല പരാജയങ്ങളെ വിജയമാക്കി മാറ്റിക്കൊണ്ട് നിന്റെ ചരിത്രത്തെ ഇന്ന് നിന്നെ ആക്ഷേപിച്ചത്, ഇന്ന് നിന്നെ നിന്ദിച്ചത്, ഇന്ന് നിന്നെ ഒറ്റപ്പെടുത്തിയത്, ഇന്ന് നിന്നെ നിന്നെ ആക്ഷേപിക്കുന്നില്ലേ, നിന്റെ ബന്ധുക്കൾ നിന്നെ മാറ്റി നിർത്തുന്നില്ലേ, നീ ഒന്നിനെ കൊള്ളാത്തവനെന്ന് പറയുന്നില്ലേ, നീ ഏതിനെ കൊള്ളാത്തവനെ പറയുന്നില്ലേ, പറയുന്നവരെ കൊണ്ട് തിരുത്തി പറയുകയോ ദൈവത്തിന് പ്രാരംഭം അതറിഞ്ഞ് അനുസരിച്ച് മടങ്ങിവോ. ഞാൻ പറഞ്ഞു ഇന്ന് രാത്രി ചെന്നിട്ട് എല്ലാം കൂറും കൊടുക്കെടുത്തോണ്ട് ഇറങ്ങാനൊന്നുമല്ല ഞാൻ പറഞ്ഞു. നീ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച പോലെയല്ല, മാറിയിരുന്ന് ഒന്നുകൂടെ കർത്താവിന്റെ ഗീതം ആരാഞ്ഞറിഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് പറയുന്നത് നീ കേട്ടനുസരിച്ചാൽ അല്ലെങ്കിൽ അപ്പൊ നിന്നെ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇന്ന് പഴിച്ചതുപോലായിരിക്കണമെന്നില്ല, അല്ലെങ്കിൽ അപ്പുറമായിട്ട് പഴിക്കും. ഉറച്ചു നിന്ന് അനുസരിച്ച് നിന്റെ തലത്തെ മാറ്റി നിന്ദിച്ചവർ നിന്റെ മുമ്പിൽ വരും. തെറ്റുപറ്റിയടാ, നിന്റെ മുമ്പിൽ തല കുമ്പിട്ട് വന്ന് പ്രാർത്ഥിക്കുഞ്ഞേ എന്ന് പറഞ്ഞ് നിന്നോട് പ്രാർത്ഥിക്കാൻ അടുത്തു വരുമല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തെ അനുസരിക്കാൻ തുടങ്ങി ഇന്ന് രാത്രി. നിന്റെ പൊത്തുവരുപ്പൻ ആരാധന രീതികൾ മാറ്റി നിന്റെ ഭാഗ്യ പ്രകടനങ്ങളെ അഴിച്ചു മാറ്റിയിട്ട് അന്തരാത്മാവിൽ നിനക്ക് ഒരു ദൈവപ്രേരിതമായ ആത്മാവിന്റെ ആരാധന പുറത്തുവന്ന് ഈ നാളിലെ ദൈവം പറയുന്നത് അനുസരിച്ച് ഇതിന്റെ സ്റ്റെപ്പ് എടുത്തു വെക്ക്, നിന്റെ ചരിത്രത്തെ തിരുത്തി കുറിക്കോ. ഹല്ലേലൂയ. അബ്രഹാം അനുസരിച്ചു. അബ്രഹാം ഭയങ്കര ഒരു അനുസരണ അവിടെ നടത്തി. നമ്മളൊന്നും ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ദൈവം അവരെ മാനിച്ചു. ഹല്ലേലൂയ. അവർ പറഞ്ഞതുപോലെ ഞാൻ ബാലിനും യാഗം നടത്തി മടങ്ങി വരാമെന്ന് പറഞ്ഞെങ്കിൽ അബ്രഹാം ഒറ്റയ്ക്കല്ല വന്നത്. പോയതുപോലെ അപ്പനും മോനും പോയി യാഗം നടത്തി, അതുപോലെ രണ്ടുപേരും മടങ്ങി വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാമിന്റെ ചരിത്രം മാറ്റി എഴുതാൻ മറുഭാഗത്തുകൂടെ പിതാവാകുന്ന ദൈവം, കരുതലിന്റെ ദൈവം, കരുണയുടെ ദൈവം, കരുണാർദ്രനായ ദൈവം, സ്നേഹമുള്ള ദൈവം, മനസ്സിലുള്ള ദൈവം, ഞാൻ നിന്നെ സംരക്ഷിക്കാം, ഞാൻ നിന്നെ സൂക്ഷിക്കാം, ഞാൻ നിനക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞത് പിന്മാറാതെ ഹല്ലേലൂയ ഒരു കുഞ്ഞാടിനെ അവർക്ക് വേണ്ടി അറുക്കപ്പെടുവാൻ ഹല്ലേലൂയ ലോകമാകുന്ന കാറ്റിൽ ഹല്ലേലൂയ കൊമ്പ് കുരുങ്ങപ്പെട്ടവനായി ഒരു കുഞ്ഞാടിനെ വെച്ചു കൊടുത്തു. ഹല്ലേലൂയ. ആ കുഞ്ഞാടേതെന്ന് ചോദിച്ച് ഹല്ലേലൂയ സകലമായ കുലത്തിനു വേണ്ടി അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്നേക്ക് 2025 പല വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ ആ കുലക്കടത്തിൽ തകർക്കപ്പെട്ട് യേശുക്രിസ്തു എന്ന കുഞ്ഞാട് യോഹന്നാൻ വിളിച്ചു പറഞ്ഞപ്പോൾ കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. ഹല്ലേലൂയ. ഈ കുഞ്ഞാട് ആദ്യം അടുക്കപ്പെട്ടത് ഏദനിലാണ്. ഹല്ലേലൂയ. നീതിയുടെ വസ്ത്രം ഹല്ലേലൂയ നഷ്ടപ്പെടുത്തിയ ആദം ഹവ്വ ദമ്പതികൾ അത്തിയിലെ കൂട്ടി തുന്നി അവരുടെ യാഗ സൃഷ്ടിക്കുമ്പോൾ ഉഷ്ണം ആഞ്ഞടിച്ച് ചൂടാഞ്ഞടിച്ചത് കരിഞ്ഞു മാറുമ്പോൾ പിതാവാകുന്ന ദൈവം ഇറങ്ങി വന്നു. അന്ന് അവിടെ വെച്ചൊരു കുഞ്ഞാടിനെ കുരുതി കഴിച്ച് അതിന്റെ തോലെടുത്ത് അവർക്ക് വസ്ത്രം ധരിപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. അന്ന് അവിടെ വെളിപ്പെട്ടു ആ കുഞ്ഞാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ പലയിടത്ത് വെളിപ്പെട്ടു. ആമേൻ. പറവൂരിലെ കോട്ടക്കുത്തളത്തിനകത്ത് കുഞ്ഞാട് വെളിപ്പെട്ടു. ഹല്ലേലൂയ. അങ്ങനെ പലയിടങ്ങളിൽ വെളിപ്പെട്ട് അബ്രഹാം പിതാവിന്റെ യിസ്ഹാക്കിന്റെ മുമ്പിൽ കുഞ്ഞാട് വെളിപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. അവൻ അനുസരിക്കുമ്പോൾ ആമേൻ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു. ഹല്ലേലൂയ. അനുസരിക്കുന്ന ഹല്ലേലൂയ ആമേൻ പിതാക്കന്മാർ ഉണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ ദൈവം ദാനം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. സമയം പോലെ നിർത്തട്ടെ. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം
17-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് ഒരു ഏലിയാവിനെ കാണാൻ കഴിയും. തിശ്ബിയിൽ നിന്ന് വന്ന തിശ്ബിയനായ ഏലിയാവ്. ഹല്ലേലൂയ. അന്ന് വരെ ഹല്ലേലൂയ അവരെല്ലാം ധരിച്ചു വെച്ചത് അങ്ങനെ ഒരു ധാരണ കൊണ്ടുവന്ന് ധരിപ്പിച്ചതാണ്. കൃഷി നന്നാകാൻ വേണ്ടി മഴ പെയ്യിക്കുന്നത് ബാലിന്റെ ദേവന്മാരാണെന്ന് ഈസോയിലും ആഹാബും കൂടെ പറഞ്ഞു വരുത്തി. എല്ലാവരും അത് വിശ്വസിച്ചു. ആഹാബ് യഹോവയാം ദൈവത്തെ ആരാധിച്ച് നടന്നതാണ്. ഈസോയിലുമായി കൂടി കുടുംബബന്ധം തുടങ്ങി. അന്ന് മുതൽ ഈ പുള്ളിയും ഹല്ലേലൂയ അങ്ങോട്ട് മാറി ഈസോയിലിന്റെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ബാലിന്റെ ദൈവമാണ് മഴ പെയ്യിക്കുന്നത് പോലും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യഹോവയാകുന്ന ദൈവം ഈ ഏലിയാവിനെ ആഹാബിന്റെ രാജകൊട്ടാരത്തിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി ശക്തമായിട്ട് വിളിച്ചു പറഞ്ഞു, ആഹാബേ, ഈ സമയത്ത് നിന്റെ ദൈവമല്ല ഇവിടെ മഴ പെയ്യിക്കുന്നത്, നിന്റെ ദൈവമല്ല ഇവിടെ മഴ പെയ്യിപ്പിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് യഹോവയാം ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ദേശത്ത് മഴയും മഞ്ഞും ഉണ്ടാകില്ല. ഒറ്റപ്രഖ്യാപനം. ആഹാബിന്റെ മുറ്റത്ത് നിന്ന് നല്ലൊരു ഏലിയാവ് ഇറങ്ങി. ആമേൻ, ഹല്ലേലൂയ. പിറ്റേ നിമിഷം മുതൽ കൊടും ചൂട്, വരൾച്ച, മഴമേഘം മാറി, മഴയില്ല. 3.5 വർഷം ആകപ്പാട് പ്രശ്നം. ഹല്ലേലൂയ. ഈ സമയത്ത് അടങ്ങിയിരുന്നില്ല. ബാലിന്റെ ദൈവങ്ങളെല്ലാം കൂടെ കലിതുള്ളി ഇളകി. ആമേൻ, ഹല്ലേലൂയ. കള്ളപ്രവാചകന്മാരെല്ലാം കൂടെ കലിതുള്ളി ഇളകി. ഹല്ലേലൂയ. ഈ സമയത്ത് നീ ആഹാബിനെയും അവൻ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവൻ അടുത്ത ഉറക്ക പ്രഖ്യാപനം. ആമേൻ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏലിയാവേ, ആമേൻ, നാളെ സൂര്യൻ ഉദിക്കും മുൻപ് ആമേൻ നിന്റെ പ്രാണൻ ഞങ്ങൾ എടുക്കും. ഹല്ലേലൂയ. ഉയരത്തിലെ ദൈവത്തിന്റെ മറുപടി, പേടിക്കൊന്നും വേണ്ട, ഭയപ്പെടണ്ട. ഞാൻ നിനക്ക് വേണ്ടി കരുതാൻ, ഞാൻ നിനക്ക് വേണ്ടി സംരക്ഷണം തരാൻ ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു മറുപടി കണ്ടിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവിടേക്ക് ഞാൻ നിന്നെ അയക്കുകയാണ്. യോർദാൻ നദിയിൽ നിന്നും പോഷക നദിയായി ഒഴുകി വരുന്നൊരു കെരീത്ത് തോടുണ്ട്. അതിന്റെ തീരത്ത് നീ പോയിരുന്നോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെരീത്ത് എന്ന് പറഞ്ഞ വെട്ടിപ്പിളർക്കുക, അരുവി എന്നൊക്കെ അർത്ഥമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഏലിയാവ്, ഞാൻ ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്ന് ദൂത് പറഞ്ഞ പ്രവാചകനാണ്, അതുകൊണ്ട് എനിക്ക് മനസ്സില്ല എന്നൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. ആമേൻ. ഇന്നങ്ങനെ ചില പ്രവാചകന്മാർ ഉച്ചയം കൊണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആമേൻ അവരുടെ രീതിയൊക്കെ വേറെ, ദൈവം അവര് പറയുന്നത് വേറെ കേട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഈ മനുഷ്യൻ അങ്ങനൊന്നും പറഞ്ഞില്ല. ആമേൻ. തലവണക്കി പറഞ്ഞു, ദൈവമേ കിരീടം പോലെ നടക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ആഹാബിന്റെ കൊട്ടാരത്തിൽ നിന്ന് ദൂത് പറഞ്ഞ ഏലിയാവിനോട് ദൈവം പറഞ്ഞു, കെരീത്ത് തോടിന്റെ തീരത്ത് പോയി ചെന്നിരിക്കാൻ പറയുമ്പോൾ അവൻ അനുസരിച്ചു. ഹല്ലേലൂയ. അനുസരിച്ചവന്റെ മുമ്പിൽ ദൈവം രാവിലെയും വൈകിട്ടും അവന് വേണ്ടുന്നത് ദുഷ്ടാനമായ ഭോജനം കൊണ്ടെത്തിച്ച് അവനെ പോറ്റുവാൻ, അവനെ പുലർത്താൻ ദൈവം ഒരു കാക്കയോട് കൽപ്പിച്ചത്. ഇന്ന് രാത്രി നീ ചിലതൊക്കെ ഒന്ന് അനുസരിക്കാമോ? നിനക്ക് വേണ്ടുന്നത്, നിന്റെ പക്കലില്ലാത്തത്, നിനക്കൊപ്പിച്ചു കൊണ്ടുവരുവാൻ പറ്റാത്തത്, നീ ആയിരിക്കുന്ന മേഖലകൾ നിനക്കൊരിക്കലും അനുകൂലമല്ലെങ്കിൽ, സാഹചര്യം നിനക്ക് അനുകൂലമല്ലെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചനുസരിക്കാൻ ഏൽപ്പിച്ച് ഇന്ന് രാത്രി ചില മേഖലകൾ ദൈവം കൽപ്പിക്കാൻ പോവുകയാണ്. നിന്റെ ഇരിപ്പിടത്തിൽ കൊണ്ടുതരും. നീ അലയാൻ ഇടവരുത്തത്തില്ല, നീ നിലവിളിച്ചോടാൻ ഇടവരുത്തത്തില്ല, നീ അലഞ്ഞുലഞ്ഞു പോകാൻ ഇടവരുത്തത്തില്ല, ഉയർന്നു പോകാൻ ഇടവരുത്തത്തില്ല. നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ സംരക്ഷണം ഇറങ്ങി വന്ന് നിനക്ക് ആവശ്യപോലെ നൽകി തരാൻ ഇന്ന് പകൽ, ഇന്ന് രാത്രി ആത്മാ വിളിച്ചു പറയുകയോ, നീ അനുസരിക്കാൻ വിലയപ്പെടുക, താഴ്ത്തി സമർപ്പിക്കുക. ഞാന് കഴിഞ്ഞ ദിവസം ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു. കൂട്ടുകാരോട് പറയുന്ന പോലെ, ഞാൻ കർത്താവേ എന്റെ മക്കളൊന്നുമില്ല, ഹല്ലേലൂയ,
എനിക്ക് വേണം. പക്ഷെ ഉള്ളവരൊക്കെ ഉണ്ട്. അവരോട് പറയണം ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അവരോട് ഇടപെടണം. ഞാൻ പറയാം, ദൈവം ഇടപെട്ടു. ഹല്ലേലൂയ. ഉള്ളവരുണ്ടല്ലേ, സ്തോത്രം. അവിടെ പോയി ചെന്ന് കൊത്തിയെടുത്തുകൊണ്ട് വന്ന് നമുക്ക് തരാൻ ഇന്ന് രാത്രി ദൈവം ചില മേഖലകളിൽ കൽപ്പിക്കാൻ പോവുകയാണ്. ഓ ഇന്ന് രാത്രി ദൈവം ചില കൽപ്പിക്കാൻ പോവുകയാണ്. ദൈവം ചില മേഖലകളോട് കൽപ്പിക്കാൻ പോകുകയാണ്. നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്റെ പ്രയാസങ്ങളെ മാറ്റോ. ഈ രാത്രിയിൽ വിശ്വസിക്കാൻ കഴിയുമോ? നീ കെരീത്ത് തോട്ടിലായിരിക്കും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവൻ കെരീത്ത് തോട്ടിൽ പോയിരിക്കാൻ ഒരു ഏരിയാവുണ്ടെങ്കിൽ അവനെ പോറ്റാൻ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തെ കേൾക്കാൻ ആരുണ്ട്? ഇന്ന് രാത്രി ദൈവവചനത്തിന് മുൻപാകെ സമർപ്പിക്കാൻ ആരുണ്ട്? അവരെ മാനിക്കാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. ഈ രാത്രി കേൾക്കുന്നവരെ, ഹല്ലേലൂയ, ദൈവം നമുക്ക് വേണ്ടി ചില മേഖലകൾ കൽപ്പിക്കാൻ പോകും. ശബ്ദരാധന നീ അനുസരിക്കാൻ ഏൽപ്പിച്ചു, അനുസരിച്ച് അതിന്റെ തലം മാറും. ശബ്ദരാധന അനുസരിക്കാത്തവർ ഒത്തിരി ഉണ്ട്. പോട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന്റെ വചനം കേട്ടനുസരിക്കാത്ത ശൗൽ സിംഹാസനം തെറിച്ചു. രാജകീയ അനുഭവങ്ങളൊക്കെ കീറിക്കളയപ്പെട്ടു. ഹല്ലേലൂയ. ദുരാത്മാവ് ബാധിതനായി ഒത്തിരി പ്രശ്നങ്ങൾ അവന്റെ മുമ്പിലുണ്ടായി. ഹല്ലേലൂയ. അവൻ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ നിന്നും താഴേക്ക് നിലമ്പത്തി. അവൻ ഉസിയ രാജാവ്, ഹല്ലേലൂയ, അസരിയ പുരോഹിതനടക്കം 80 പുരോഹിതന്മാർ ഒന്നിച്ചിട്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് രാജ്യത്തിന്റെ അധികാരിയാണ്. പുരോഹിത വൃന്ദം ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യാം. ധൂപപീഠത്തിനകത്ത് ധൂപം കത്താൻ വരരുത്. ഇത് ഭീതമല്ല. രാജകീയമാകുന്ന പ്രവൃത്തി വെച്ചുകൊണ്ട് അത് അംഗീകരിക്കാതെ അനുസരിക്കാതെ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ആ ക്ഷണത്തിൽ അവന്റെ വ്യക്തിയെ കുഷ്ഠം പോകി. എന്നേക്കുമായി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടി വന്നു. ഇന്ന് രാത്രി അനുസരിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? നിന്റെ വാക്കിന് മലയിറക്കാൻ ഒരു പെരുത്ത അനുഗ്രഹം നമ്മുടെ ആത്മീക, ഭൗതിക, ശാരീരിക, മാനസികമാകുന്ന തലങ്ങളിലേക്ക് കയറി വരുന്നുണ്ട്. തടയപ്പെടാതെ അത് നമ്മുടെ വലയിൽ തന്നെ വന്ന് പറ്റട്ടെ, നമ്മുടെ പടകിൽ തന്നെ വന്നത് നിറയട്ടെ. ഓ ഹല്ലേലൂയ. പടക് മാറിപ്പോകാതെ, വല മാറിപ്പോകാതെ, എത്ര മാറിയാലും ഹല്ലേലൂയ അതിനെ തടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ വലയിൽ പെടുത്താൻ, നമ്മുടെ പടകിനെ നിറയ്ക്കാൻ ഇന്ന് രാത്രി നമ്മുടെ ഒഴിഞ്ഞു കിടക്കുന്ന ശൂന്യമാകുന്ന ഗന്നസനത്തിന്റെ തടാകത്തിൽ യേശുവിന്റെ പാദം ചവിട്ടിയിട്ടുണ്ട്. പടകിനെ ഈ നാടുകൾ അവൻ നിറയ്ക്കാൻ പോകുകയാണ്. വചനത്തിന് മുൻപായി അനുസരിച്ച് നാടുകളിൽ പ്രത്യാശയോടെ പോകുക. നമുക്കൊരുങ്ങാം, അതിനായി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞു വാക്കുകളിൽ നിർത്തുന്ന ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സമയം ഈ പ്രസ്ഥാനത്തിൽ